നമ്മളെ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മലയാളമൊക്കെ പഠിക്കുന്ന ആളുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല, നോവലാണെങ്കിൽ നോവൽ, കഥയാണെങ്കിൽ കഥ, വ്യാകരണമാണെങ്കിൽ വ്യാകരണം, ഇങ്ങനെ ഈ മേഖല ഇങ്ങനെ പരന്ന് വായിക്കും. നമ്മൾക്കൊരു പിൻ പോയിന്റഡ് ആയിട്ടൊരു കാര്യത്തെ സമീപിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരീക്ഷയോ അത്തരത്തിലുള്ള ഒരു പഠന രീതിയോ നമ്മൾക്ക് ഇതുവരെ ആവശ്യമായി വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനം, നമ്മൾ ഈ മേഖലയൊക്കെ കവർ ചെയ്തു പോയതായിരിക്കും. ഫോക്ലോർ എന്നൊരു ചോദ്യം കാണുമ്പോൾ നമ്മൾ വായിച്ചതായിരിക്കും, നമ്മൾ പഠിച്ചതായിരിക്കും, പക്ഷെ നമ്മൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഉത്തരം എന്താണ് എന്ന് ചോദിക്കും. പക്ഷെ എന്താണ്, പോർച്ചുഗീസിന്റെ സങ്കര സംസ്കാരം വെളിപ്പെടുന്ന രാഘവൻ എഴുതിയ നങ്കീസ് രാഘവൻ എഴുതിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നങ്കീസ് എന്നൊരു ഉത്തരം കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ആ നോവൽ കണ്ടിട്ടുണ്ടായിരിക്കും, ആ നോവലിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, ചിലരത് വായിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ പലതരത്തിലാണ് നമ്മളുടെ ഒരു പഠന രീതിയിൽ ചിലപ്പോൾ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. നമ്മളൊരു പരീക്ഷയെ സമീപിക്കുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയുടെ സ്വഭാവം, നമ്മുടെ മുന്നിലുള്ള സമയം, മെറ്റീരിയൽ, ഈ 3 കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു പരീക്ഷയെ സമീപിക്കാൻ. ഇപ്പൊ UGC NTA NET പോലുള്ള ഒരു പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളോട് ഒരൊറ്റ ഉത്തരമാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് ആ ചോദ്യത്തിന് ഉത്തരം എന്ന് അതോ ഇതോ എന്നൊരു സംശയം ഇല്ലാതെ നമ്മൾക്ക് കൃത്യമായ ഉത്തരങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ പഠനത്തെ നമ്മൾ ഒരു 3-4 മാസത്തേക്കെങ്കിലും നമ്മളൊന്ന് മാറ്റി പണിയേണ്ടതുണ്ട്. അതൊരു വാസ്തവമാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ആ തരത്തിൽ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ആസൂത്രണം ഏതൊക്കെ രീതിയിൽ നമുക്ക് നടത്താം, ഏതൊക്കെ രീതിയിൽ എനിക്ക് മടുപ്പില്ലാതെ പഠിക്കാം, എങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരങ്ങളിലേക്ക് എത്താം, അതിനുള്ള എളുപ്പമാർഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ബൈഹാർട്ട് പഠിച്ച് അല്ലെങ്കിൽ കോപ്പി അടിച്ച് ജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ ഒരുപാട് മാർഗങ്ങൾ, കുറെ സൂചനകൾ ഓരോ ചോദ്യത്തിലും ഉണ്ടാവും. അതെങ്ങനെ നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യുക, എങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ ഒരു പരീക്ഷയുടെ മുന്നോടിയായിട്ട് ഒന്ന് ആലോചനയിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ ബാക്കി സമയം കളയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയെ സമീപിക്കേണ്ടത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട്, അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ കേരള കൾച്ചർ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കേരള കൾച്ചർ എന്നൊരു ചോദ്യം, അപ്പൊ നമ്മൾ 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അടുത്ത തവണ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഏതാണ്. അപ്പൊ അതിനനുസരിച്ച് ആ ചോദ്യത്തോട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു മേഖല കുറച്ചുകൂടി ഊന്നൽ നൽകി പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ആ തരത്തിലാണ് നമ്മൾ നിങ്ങളുടെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ പരീക്ഷയെ സമീപിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഇതിന്റെ ഒരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്കൊന്ന് കടക്കുകയാണ്. ഞാനൊന്ന് സ്ലൈഡ് ഷെയർ ചെയ്യുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനൊരു 5 ചോദ്യം ഈ ഒരു ഫസ്റ്റില് നിങ്ങൾക്ക് ഒരു 5 ചോദ്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറും ഉള്ള ആളുകൾ ഒന്ന് ഈ 5 ചോദ്യങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം കൃത്യമായിട്ട്, ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഞാൻ ഇതിന്റെ ഉത്തരമൊന്നും നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ചോദിക്കുന്നൊന്നുമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഇതിന്റെ 5 ആൻസർ ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ ജസ്റ്റ് ഒന്ന് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? രണ്ടാമത്തെ ചോദ്യം, ഫോക്ലോർ ദിനമായി ആചരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഏത് ദിവസമാണ് നമ്മൾ ഫോക്ലോർ ദിനമായിട്ട് ആചരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, കോയിമ്പടരാർ ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാലാമത്തെ ചോദ്യം, കോട്ടയം കേരളവർമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച വിൽപ്പാട്ട് ഏത്? എഴുതി എന്ന് വിചാരിക്കുന്നു. എളുപ്പല്ലേ? ഓക്കെ, ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് എഴുതിയ 5 ചോദ്യമാണ്. ഈ
ഈ 5 ചോദ്യത്തിന്റെയും ഉത്തരം വളരെ കൃത്യമായിട്ട് ശരിയാണ് എന്നുള്ള ഉറപ്പുള്ള ആളുകൾ എത്ര പേരുണ്ടായിരിക്കും? ഞാനത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് മൈക്ക് ഓൺ ചെയ്ത് എനിക്ക് 5 മാർക്ക് ഉണ്ട് എന്ന് പറയാനൊന്നും വേണ്ടിയിട്ടല്ല. ഇതിന്റെ ആൻസർ ഞാൻ ഇപ്പൊ പറയുന്നില്ല. പതുക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആൻസർ നമുക്ക് പറയാം, സംസാരിക്കാം ഇതിനെ പറ്റി. ഓക്കെ, അപ്പോ ഫോക്ലോർ നിങ്ങളുടെ സിലബസിലെ, നെറ്റിന്റെ സിലബസിലെ 5ാമത്തെ യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഫോക്ലോർ അഥവാ നാടോടി വിജ്ഞാനീയം എന്ന് പറയുന്നത്. ഈ 5ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ, നിങ്ങൾ ആ സിലബസ്, നെറ്റിന്റെ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നെറ്റിന്റെ സിലബസ് കാണാതെയാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതെങ്കിൽ ദയവായി ഇന്ന് തന്നെ നെറ്റിന്റെ സിലബസ് ഒന്ന് NTA സൈറ്റിൽ, UGCയുടെ സൈറ്റിൽ നിന്ന് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താണ് എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്, എന്ത് സിലബസ് ആണ് ഇവർ തന്നിട്ടുള്ളത്. എല്ലാ പരീക്ഷയ്ക്കും PSC നടത്തുന്ന പരീക്ഷയാണ്, കേരള PSC നടത്തുന്ന പരീക്ഷയാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന UGC പോലുള്ള നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന എക്സാമുകളാണെങ്കിലും എല്ലാ പരീക്ഷകൾക്കും ഒരു സിലബസ് ഉണ്ടായിരിക്കും. ആ സിലബസിൽ വരുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ എന്നൊന്നും ഇല്ല. ചിലപ്പോൾ ഇതിൽ തന്നിട്ടുള്ള സബ് ടൈറ്റിലുകളിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമൊന്നുമല്ല ചോദിക്കുക. എന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് അവര് സൈറ്റിൽ തരുന്നത്. അത് കാണുക എന്നുള്ളത് ഒരു പരീക്ഷാർത്ഥിയുടെ, അല്ലെങ്കിൽ പരീക്ഷാർത്ഥി അത് കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ തന്നിട്ടുള്ളത് ഫോക്ലോർ നിർവചനം, സിദ്ധാന്തം, സമീപനം, വർഗീകരണം, പരിണാമം എന്നിവയ്ക്ക് പുറമെ കലയുടെയും രംഗവേദിയുടെയും സാഹിത്യത്തിന്റെയും തനതു സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. ഈ ഒരു സിലബസ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് കൊണ്ട് എന്താണ് ഒരു കുട്ടി പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു കുട്ടി കടന്നു പോകേണ്ടത് എന്നുള്ളത് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു സിലബസ് ആണ് അവർ തന്നിട്ടുള്ളത്. അതാണ് ഈ യൂണിറ്റ് തന്നിട്ടുള്ളതിന്റെ, ഈ സിലബസ് തന്നിട്ടുള്ളതിന്റെ, ഈ പരീക്ഷയ്ക്ക് ഈ യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ളതിന്റെ ഉദ്ദേശം എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 3 സബ് ടൈറ്റിലുകളാണ് തന്നിട്ടുള്ളത്. ആ സബ് ടൈറ്റിലുകൾ ഇങ്ങനെയാണ്: ഫോക്ലോറിന്റെ നിർവചനം എന്താണ്, അതിൽ വരുന്ന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സമീപനം എങ്ങനെയാണ്, അതിന്റെ പരിണാമ സ്വഭാവത്തെ പറ്റിയിട്ട്, അതുപോലെ അനുഷ്ഠാനേതര നാടോടി കലാനിർവഹണങ്ങൾ, പിന്നെ അതിന് ഉദാഹരണമായിട്ട് മുടിയേറ്റ്, പടയണി, അങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കൂടി അതിന്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചില മേഖലയൊന്നും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിക്കാത്തതായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ അടുത്തായിട്ട് ഇപ്പം ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഇതുവരെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ 2018 ഡിസംബറിലെ 2019 ജൂണിലെ NTA ഓൺലൈൻ ആക്കിയതിന് ശേഷമുള്ള 2ാമത്തെ പരീക്ഷയ്ക്ക് ഫോക്ലോർ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ളൊരു ചോദ്യം വന്നു. ആ സമയത്താണ് നമ്മൾ ഈ സിദ്ധാന്തം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലുള്ള ഭാഗം പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ആ തരത്തില് ഇവര് തന്ന സിലബസിലൂടെ നിർബന്ധമായും നമ്മൾ കടന്നു പോകണം. അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്: തനത് സംസ്കാരത്തെ കലയുടെയും രംഗവേദിയുടെയും സാഹിത്യത്തിന്റെയും തനത് സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഏകദേശം ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം എന്ന് തന്നെയാണ് നമ്മളോട് പറയാതെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ ഫോക്ലോർ എന്ന യൂണിറ്റിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ പഠിക്കാന്നുണ്ടെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. നമുക്കറിയാം, ഒരു സെമ്മിൽ മൊത്തം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പഠിച്ചാലും തീരാത്തത്ര മേഖല ഈ ഓരോ ടോപ്പിക്കും ഉണ്ട് എന്നറിയാം. പക്ഷെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്? അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾ അടുത്ത സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഈ സിലബസിലുള്ള ഒരു ഭാഗം വെച്ചിട്ടാണ് ഈ ഒരു സ്ലൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ സഹോദരന്മാർ, ഈ ഒരൊറ്റ ടൈറ്റിലാണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഒന്നാണ്. എന്താണ് ഗ്രീൻ സഹോദരന്മാർ, അല്ലെങ്കിൽ ആരാണ് ഗ്രീൻ സഹോദരന്മാർ, എന്താണ് അവർക്ക് ഫോക്ലോറുള്ള പ്രാധാന്യം, എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ഫോക്ലോറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആളുകളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ഈ ഫോക്ലോറിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എന്താണ് ഫോക്ലോർ എന്നൊന്നും പറഞ്ഞ് നമ്മളിങ്ങനെ വിശദീകരിച്ച് അതിന് ഒരുപാട് സമയമൊന്നും കൊടുക്കണ്ട. എന്നാലും നമുക്കറിയാം എങ്ങനെയാണ് ഫോക്ലോർ എന്നൊരു പദമൊക്കെ രൂപപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഫോക്ലോർ എന്ന പദം പ്രയോഗിക്കുന്നത്, എന്താണ് ഫോക്ലോർ എന്ന പദത്തിന്റെ അർത്ഥം,
ഇത്ര കാര്യങ്ങൾ മതി നമുക്ക് ഈ ഒരു ഫോക്ലോർ എന്ന പദമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ വളർന്നു വന്നിട്ടുള്ളതിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനു മുൻപ് അതിൻ്റെ ഒരു രൂപം എന്തായിരുന്നു, അതെന്തിൽ നിന്നാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. അതൊന്ന് നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറയുന്ന ഈ ഒരു ഫോക്ലോർ എന്നുള്ളതിൻ്റെ ഒരു ആദിമ രൂപം അല്ലെങ്കിൽ ആദ്യ രൂപം എന്ന് പറയുന്നത് അതൊരു തരത്തിൽ പോപ്പുലർ ആന്റിക്വിറ്റീസ് അല്ലെങ്കിൽ ജനകീയ പഴമാ പഠനം എന്നൊക്കെ പറയുന്ന ഒരു ടേമിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഫോക്ലോർ അല്ലെങ്കിൽ നാടോടി വിജ്ഞാനീയം എന്നൊക്കെ പറയുന്ന ഒരു ടേമിലേക്ക് അത് മാറുന്നത്. അപ്പൊ എന്തായിരുന്നു ഈ ജനകീയ പഴമാ പഠനം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോപ്പുലർ ആന്റിക്വിറ്റീസ് എന്നുള്ളത് എന്തായിരുന്നു? പോപ്പുലർ ആന്റിക്വിറ്റീസ് എന്ന് പറയുന്നത് ഒരു വ്യവസായവൽക്കരണവും അതുപോലെ ആധുനികതയും വ്യാവസായികതയും ആധുനികതയും ഒക്കെ കടന്നു വന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഒക്കെ ഒരു മാറ്റം വളരെ പെട്ടെന്ന് അവരുടെ പ്രകൃതിയിലും അവരുടെ സമൂഹത്തിലും ഒക്കെ ഈ ഒരു വ്യാവസായികവൽക്കരണത്തിന്റെയും ആധുനികതയുടെ ഒക്കെ മാറ്റം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതുമൂലം ഒരുപാട് മാറ്റങ്ങൾ അവരുടെ പ്രകൃതിയിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും അതിനോടുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ദേശീയ ബോധം അവരുടെ ഇടയിൽ വളരെ ശക്തി ആർജിക്കുന്നുണ്ട്. ആ ഒരു ദേശീയ ബോധത്തിന്റെ ഒക്കെ ഫലമായിട്ട് അവരവരുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരവരുടെ പാരമ്പര്യ ബോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ജനകീയ പാരമ്പര്യത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ ഈ പറയുന്ന പോപ്പുലർ ആന്റിക്വിറ്റീസ് എന്ന് പറയുന്നത്. പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാത്തിനെയും ജനകീയ പഠനത്തിന്റെ ഭാഗമായിട്ട് കണ്ടു. പോപ്പുലർ, ഒരു സെക്കൻഡ് ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ സ്റ്റേബിൾ അല്ല എന്നാ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം എന്നാല്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന തരത്തില് ഫോക്ലോർ എന്ന് പറയുന്ന ഒന്നിലേക്ക് വന്നിട്ടുള്ളതിന് മുൻപ് നമ്മൾ ഈ പറയുന്ന ടേം ഒന്ന് ഓർത്തു വെക്കുക. പോപ്പുലർ ആന്റിക്വിറ്റീസ്, പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാത്തിനെയും അന്ന് പോപ്പുലർ ആന്റിക്വിറ്റീസ് എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഗ്രീം സഹോദരന്മാർക്ക് എന്ത് പങ്കാണ് ഇനി ഫോക്ലോറിലുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഫോക്ലോർ എന്നതിനൊരു പഠന മേഖലയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് ഗ്രീം സഹോദരന്മാരാണ്. വിൽഹേ ഗ്രീം, ജേക്കബ് ഗ്രീം എന്ന് പറയുന്ന രണ്ടാളുകളെയാണ് നമ്മൾ ഗ്രീം സഹോദരന്മാർ എന്ന് വിളിക്കുന്നത്. ഈ ഗ്രീം സഹോദരന്മാർ ഒരിക്കലും ഒരു നാടോടി വിജ്ഞാനീയത്തെ കുറിച്ചുള്ള പഠനം നടത്തിയ ആളുകളോ അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ വന്ന ആളുകളോ ഒന്നും അല്ലായിരുന്നു. ചോദിക്കാൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഗ്രീം സഹോദരന്മാർ ഏത് മേഖലയിൽ പ്രസിദ്ധരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യം എന്തുത്തരം ബബിൾ ചെയ്യും? നമ്മൾ ബബിൾ ചെയ്യാൻ പോകുന്ന ഉത്തരം ഫോക്ലോർ ആയിരിക്കും. പക്ഷെ ഇവർ ഫോക്ലോറിസ്റ്റുകൾ അല്ലായിരുന്നു, മറിച്ച് ഇവരെന്താണ്? ഭാഷാ പഠിതാക്കളായിരുന്നു. ഇവർ ഭാഷയാണ് പഠിച്ചത്. ഇവർ ജർമ്മൻ ഭാഷയെക്കുറിച്ചും ജർമ്മൻ ഭാഷയുടെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ വേരുകളെ കുറിച്ചൊക്കെയാണ് ഇവർ പഠിച്ചത്. അതിൻ്റെ വേരുകളെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജേക്കബ് ഗ്രീമും വില്യം ഗ്രീമും എന്താണ് അവര് ജർമ്മൻ ഭാഷയിലെ നാടോടി കഥകളെ പറ്റി പഠിക്കാൻ തുടങ്ങി. അതായത് അവരുടെ ഭാഷാ പഠനത്തിനുള്ള ഒരു ഉപാദാനമായിരുന്നു എന്ത്? ഈ ജർമ്മൻ നാടോടി കഥകൾ എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഭാഷാപരമായിട്ടുള്ള അന്വേഷണങ്ങളിലായിരുന്നു അവർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവര് കൊണ്ടുവന്നിട്ടുള്ള ഈ ജർമ്മൻ നാടോടി കഥകളെ അവർ പഠിക്കാൻ തുടങ്ങിയത് എന്തിനൊരു വഴിത്തിരിവായി? നമ്മൾ ഇന്ന് പറയുന്ന ഈ ഫോക്ലോർ പഠനത്തിനൊരു വഴിത്തിരിവായി മാറി എന്നുള്ളതാണ് ഗ്രീം സഹോദരന്മാർ ഫോക്ലോറിന്റെ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ ഈ ഗ്രീം സഹോദരന്മാരെയാണ് നമ്മൾ പൊതുവെ ഫോക്ലോറിന്റെ പിതാക്കൾ അല്ലെങ്കിൽ ഫോക്ലോറിന്റെ ഒരു തുടക്കക്കാർ, അമരക്കാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഗ്രീം സഹോദരന്മാരെയാണ്. അപ്പൊ അതോട് കൂടിയിട്ട് ആ ഭാഗം ഇത്ര മതി നമ്മൾക്ക്.
അപ്പൊ നമ്മൾ ഇതിൽ എന്താണ്, ഗ്രീം സഹോദരന്മാർ വിൽഹേഗ്രീം ജേക്കബ് ഗ്രീം എന്നീ 2 വ്യക്തികളാണെന്നും അവര് ഭാഷാശാസ്ത്രജ്ഞരായിരുന്നു, അല്ലെങ്കിൽ ഭാഷാ പഠിതാക്കളായിരുന്നു. അവരുടെ ഭാഷാ പഠനത്തിന്റെ ഭാഗമായി അവര് ജർമ്മൻ നാടോടി, ജർമ്മൻ ഭാഷയെ കുറിച്ച് പഠിക്കുന്ന ആളുകളായിരുന്നു. അവര് ജർമ്മൻ ഭാഷയുടെ വേരുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻ നാടോടി കഥകളെ ഉപാദാനങ്ങളായി സ്വീകരിക്കുകയുണ്ടായി. അതാണ് പിൽക്കാലത്ത് ഇതിന്റെ ഒരു പിന്നീടുള്ള ഒരു ഫോക്ലോർ പഠനത്തിന് ഒരു വഴിത്തിരിവായി മാറിയത് എന്നുള്ള ഇത്ര കാര്യം മതി. ഇതോടുകൂടി ഈ ഭാഗം മതി. ഇതിൽ കൂടുതൽ പഠിക്കാനുള്ളത് നിങ്ങളൊരു റെഫറൻസ്, അല്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കാൻ ബേസിക് സാധനം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചോളുക, അത് നല്ലതാണ്. അപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഇത്ര കാര്യങ്ങൾ. ഇനി അടുത്ത പോയിന്റിലേക്ക് നോക്കൂ. 1846 ഓഗസ്റ്റ് 22 വില്യം ജെ തോംസ് അധിനിയം മാസിക. ഇത്രയാണ് ഈ ഒരു ഒറ്റ ടൈറ്റിലുള്ളത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? 1846 ഓഗസ്റ്റ് 22 വില്യം ജെ തോംസ് എന്ന് പറയുന്ന ആൾ അധീനിയം മാസികയുടെ പത്രാധിപർക്ക് അയച്ച കത്തിലാണ് ആദ്യമായി ഫോക്ലോർ എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോ ഈ 1846 ഓഗസ്റ്റ് 22 അത് വളരെ പ്രാധാന്യമുള്ള ഒരു ഡേറ്റ് ആണ്. അതിൽ ഓഗസ്റ്റ് 22 എന്താണ് ഓഗസ്റ്റ് 22ന്റെ പ്രത്യേകത? ആരെങ്കിലും ഒന്ന് പറയൂ. ഫോക്ലോർ ദിനമായിട്ട് ആചരിക്കുന്നു. അതെ അതെ, അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. ഫോക്ലോർ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നത് ഓഗസ്റ്റ് 22. ഈ ഓഗസ്റ്റ് 22 എങ്ങനെയാണ് ഫോക്ലോർ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, ഇടയിൽ നെറ്റ് കട്ടാവുന്നുണ്ട് തോന്നുന്നു. കേൾക്കുന്നില്ലേ ഇപ്പൊ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ ഈ ഫോക്ലോർ എന്ന പദം ഇതിൽ അധീനിയം മാസിക 1828 മുതൽ 1921 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തില് എവിടെ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു സാഹിത്യ മാസികയായിരുന്നു അധീനിയം എന്ന് പറയുന്ന ഈ മാസിക. 1828 മുതൽ 1921 വരെ ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച സാഹിത്യ മാസികയായിരുന്നു. ആ സാഹിത്യ മാസികയുടെ പത്രാധിപർക്ക് എഴുതിയിട്ടുള്ള കത്തിലാണ് ഫോക്ക് എന്നും ലോർ എന്നുള്ള 2 പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഫോക്ലോർ എന്നൊരു വാക്ക് നിർമ്മിക്കുന്ന അദ്ദേഹം ഈ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ മതി. ഇതിൽ ഓഗസ്റ്റ് 22 പിന്നീട് നമ്മൾ എന്തായി, ഫോക്ലോർ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അപ്പൊ ഫോക്ലോർ, ഫോക്ക് ജനകീയമായിട്ടുള്ളത്, മീൻസ് ലോർ എന്നുള്ളത് വിജ്ഞാനം. അപ്പൊ ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, അല്ലെങ്കിൽ സമൂഹം, ജനസമൂഹം, ജനപഥം എന്നുള്ള ഒക്കെ അർത്ഥം നമുക്ക് പറയാം എന്തിന്, ഫോക്കിന്. അപ്പം ജനകീയ പഴമയെ കുറിച്ച് അല്ലെങ്കിൽ ജനകീയ സാഹിത്യത്തെ കുറിച്ചുള്ള പഠനം, ജനപഥങ്ങളെ കുറിച്ചുള്ള പഠനം എന്നൊക്കെ നമുക്ക് ഫോക്ലോറിന് അർത്ഥം കൊടുക്കാം. ഇനി എന്താണ് ഫോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോക്ക് എന്ന പദത്തിന് നാടോടി എന്നുള്ള അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ലോർ എന്ന പദത്തിന് വിജ്ഞാനം അല്ലെങ്കിൽ പഠനം എന്നൊക്കെയുള്ള അർത്ഥം കൽപ്പിക്കും. അപ്പൊ ഈ ഏരിയയിൽ നമുക്ക് ഇനി ഫോക്ലോറിന്റെ നിർവചനങ്ങളാണ്. ഫോക്ലോറിനെ നിർവചിച്ചതിൽ അലൻ ഡെന്റിസിന്റെ ഒക്കെ നിർവചനങ്ങള് വളരെ പ്രസിദ്ധമാണ്. അലൻ ഡെന്റിസ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫോക്ലോറിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഫോക്ലോർ അല്ലെങ്കിൽ ഫോക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഘടകത്തില് ഒരു പൊതു സ്വഭാവം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു ഘടകമെങ്കിലും പങ്കിടുന്ന ആളുകളെ ഫോക്കായിട്ട് നമുക്ക് കണക്കാക്കാം. അത് ഭാഷയാവാം, മതമാവാം, അല്ലെങ്കിൽ തൊഴിലാവാം, അങ്ങനെ എന്തും ആവാം. പക്ഷെ ആ സംഘത്തിന് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഫോക്ലോറിനെ ഇദ്ദേഹം നിർവചിക്കുന്നത്. ഈ ഫോക്ലോറിന്റെ നിർവചനം കുറേ ഉണ്ട്. അത് ഞങ്ങൾ മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ ആപ്പിൽ കൊടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ കൊടുക്കുക ചെയ്യുന്നത്. കാരണം അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ നമ്മൾ ഫോക്ലോറിന്റെ നിർവചനം പറയാൻ തുടങ്ങി കഴിഞ്ഞ ഒരു 10 സ്ലൈഡെങ്കിലും നമുക്ക് വേണ്ടി വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്നത്. പിന്നെ ഫോക്ലോറിന്റെ സവിശേഷതകൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി നാടൻ പാട്ടിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേ സാധനം തന്നെ എഴുതും. അപ്പൊ ഫോക്ലോറിൽ ഉൾപ്പെടുന്ന എല്ലാത്തിന്റെയും, കടങ്കഥയുടെ സവിശേഷതകൾ, വാമൊഴി കഥയുടെ സവിശേഷത, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും സവിശേഷത തന്നെയാണിത്. പക്ഷെ ഇത് വീണ്ടും പറയുന്നത് എന്തിനാന്ന് വെച്ചാല് മുൻപുള്ള, അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ താഴെ പറയുന്നവയിൽ നാടോടി പാട്ടുകളുടെ സവിശേഷതയല്ലാത്തത് എന്ത്? എ അജ്ഞാത കർതൃകം, ബി വാമൊഴി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് മോഡിൽ വേണമെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോ
അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ സവിശേഷത എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും അതിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. പാരമ്പര്യമാണ്, അത് സംഘ കർത്തൃകത ഉണ്ട്, ഇതിന് കളക്റ്റീവ് നാച്ചർ ഉണ്ട്. കാരണം ഒറ്റയ്ക്ക് ഒരാള് ഒരു ഫോക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടാണ്, നിങ്ങൾക്കറിയാം. ഒറ്റയ്ക്ക് ഒരാൾ ചിമ്മാനക്കളി കളിക്കുന്നത് നമ്മൾ കാണാറില്ലല്ലോ. ഗദ്ദിക ഒറ്റയ്ക്കല്ല കളിക്കുന്നത്, തെയ്യം ഒറ്റയ്ക്കല്ല, പടയണി ഒറ്റയ്ക്കല്ല, നാടൻ പാട്ട് നമ്മൾ പുള്ളുവൻ പാട്ട് നാടൻ പാട്ടുകൾ നമ്മൾ ഒറ്റയ്ക്കല്ല പാടുന്നത്, പുള്ളുവൻ പാട്ട് ഒറ്റയ്ക്കല്ല. അപ്പൊ അനുഷ്ഠാനേതരായിട്ടുള്ള എല്ലാതും എന്താണ്, നമുക്ക് ഇതുപോലെ സംഘമുണ്ട്, അതിൽ ഒരു കളക്റ്റീവ് നാച്ചർ ഉണ്ട് അതിന്. പിന്നീട് വാമൊഴി വഴക്കം, അത് എല്ലാവർക്കും അറിയാം. വാമൊഴിയായിട്ടാണ് നമ്മൾ ഈ പാഠങ്ങള് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നത്. ഈ ഭാഗം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടാണ്, കാരണം ഇതൊന്നും വിശദീകരിച്ച് തരേണ്ട ഒരു ഭാഗമല്ല. നിങ്ങൾക്കുള്ള പോയിന്റുകൾ, ഡാറ്റകൾ അടുത്തടുത്ത സ്ലൈഡുകളിലായിട്ടാണ്. പരിണാമ വിധേയത ഉണ്ട്, പരിണമിച്ചുകൊണ്ടേയിരിക്കും ഫോക്ലോർ പരിണമിക്കുന്നതിന്റെ ഉദാഹരണം നമുക്ക് അടുത്ത ഭാഗത്ത് പറയാനുണ്ട്. നാഗരിക ഫോക്ലോർ ആവുന്നു, മെറ്റാ ഫോക്ലോർ ആവുന്നു, അങ്ങനെ അങ്ങനെ കുറെ സ്വഭാവങ്ങൾ ഇനി ഫോക്ലോറിന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോക്ലോർ പരിണാമിയാണ്. ധർമ്മപരത, എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഫോക്ലോറിനുണ്ട്. ഓരോ ഫോക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഓരോ ഫോക്കിനും ഒരു ധർമ്മമുണ്ട്. പിന്നീട് അതിന്റെ ഭിന്നാത്മക സ്വഭാവം ഉണ്ട്, അതുപോലെ സംവാദാത്മകത ഉണ്ട്. അതായത് ഒറ്റക്കൊരാളിലൊരു പിന്നെ ഒരാൾ മാത്രം സംസാരിക്കുന്നല്ല, ഒരു കൂട്ടത്തിന്റെ സംസാരം, ഒരു സംവാദത്തിന് സാധ്യത തരുന്നതാണ് ഫോക്ലോർ. അപ്പൊ ഇതെല്ലാം ഫോക്ലോറിന്റെ പൊതുവായിട്ടുള്ള സവിശേഷതകളാണ്. അപ്പോ അതാണ് ഇതിൽ ഫോക്ലോറിന്റെ സവിശേഷതയായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഇതിൽ നമ്മൾ കുറച്ച് മനസ്സ് കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് അത്ര തന്നെ പരിചയമില്ലാത്തൊരു മേഖലയാണ് ഫോക്ലോറിന്റെ സിദ്ധാന്തങ്ങൾ. ഫോക്ലോറായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിപ്പോ ശരിക്കും നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. 2019 ജൂണിൽ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പരീക്ഷ എഴുതിയ ആളുകൾക്ക് അറിയായിരിക്കും. ഇപ്പോ കേൾക്കുന്നുണ്ടോ? എടുക്കേണ്ട അൺസ്റ്റേബിൾ കാണിക്കുന്നു. ചില സമയങ്ങളിൽ കേൾക്കാൻ ക്ലിയർ പറ്റുന്നുണ്ടോ ആവുന്നുണ്ട്. നമുക്ക്? ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ഒന്ന് മാറ്റാൻ വേണ്ടിട്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പറയുന്നത് മാക്സ്മുള്ളർ ആവിഷ്കരിച്ചിട്ടുള്ള സൗര സിദ്ധാന്തമാണ്. കുറച്ച് ഒരു 4-5 തിയറികൾ, 4-5 സിദ്ധാന്തങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളായിട്ടുള്ളത്. ഒന്ന് മാക്സ്മുള്ളർ ആവിഷ്കരിച്ചിട്ടുള്ള സൗര സിദ്ധാന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് തിയോഡർ ബെൻഫെ ആവിഷ്കരിച്ചിട്ടുള്ള ഇന്ത്യനിസ്റ്റ് തിയറി. അതേപോലെ തന്നെ തിയോഡർ ബെൻഫെയുടെ ഇന്ത്യനിസ്റ്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു തിയറി തന്നെയാണ് ദേശാന്തര ഗമന സിദ്ധാന്തം എന്ന് പറയുന്നത്. മറ്റൊന്ന് കാർലെ ക്രോഹൺ ആവിഷ്കരിച്ചിട്ടുള്ള ഫിനിഷ് മെത്തേഡ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ലെവിസ്ട്രോസ് ഒക്കെ ഈ മേഖലയിൽ ഘടനാപരമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ആളാണ്. പ്രോപ്പ് ഇതിൽ തിരശ്ചീന തലാപഗ്രഥന രീതി കൊണ്ടുവന്ന ആളാണ്. മിൽമേൻ പാരിയാണ് ഇതിൽ കെട്ടുമുറ സിദ്ധാന്തം കൊണ്ടുവന്ന ആള്. ആൻഡ്രൂ ലാങ് അനുഷ്ഠാന സിദ്ധാന്തം, അങ്ങനെ 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 പോകുന്നു. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം പറഞ്ഞുതരാം. അതിൽ മാക്സ്മുള്ളർ ആവിഷ്കരിച്ചിട്ടുള്ള സൗര സിദ്ധാന്തമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഈ സൗര സിദ്ധാന്തത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, വിൽഹേഗ്രീമും ജേക്കബ് ഗ്രീമും ഭാഷാ പഠിതാക്കളായിരുന്നു. ഇവരാണ് ഈ ഒരു ഫോക്ക് പഠനത്തിന് ഒരു തുടക്കം അല്ലെങ്കിൽ വഴിത്തിരിവായ വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് കൊണ്ടുവന്ന ഒരു പഠന രീതി എന്ന് പറയുന്നത് താരതമ്യ പഠന രീതിയായിരുന്നു അവര് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു താരതമ്യ രീതി സംബന്ധിയായിട്ടുള്ള പരികൽപ്പനകൾ പിന്നീട് മിത്തോളജി സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു മിത്തോളജി തിയറിയാണ് മാക്സ്മുള്ളർ ആവിഷ്കരിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവരുന്ന സിദ്ധാന്തത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്,
നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ വൈഫൈ ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കട്ടെ. നല്ല മഴ വരുന്നുണ്ട്, മൊത്തത്തിൽ നെറ്റ് പക്ഷെ അങ്ങനെ വൈഫൈ കണക്ട് ആവാത്ത പ്രശ്നം ഉണ്ടാവാറില്ല. ഞാനൊന്ന് വൈഫൈ മാറ്റി കണക്ട് ചെയ്യട്ടെ, ഒരു സെക്കൻഡ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇനി കട്ടാവുന്നുണ്ടെങ്കിൽ പറയണേ. മാറ്റി കണക്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ് സൗരപുരാവൃത്ത രീതി. ഓക്കെ, ഷെയർ ചെയ്ത് ഇതായില്ലേ, ഷെയർ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മാക്സ് മുള്ളറുടെ തിയറിയാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് ഗ്രീൻ സഹോദരന്മാരുടെ പഠനത്തിനോട് ചുവട് പിടിച്ചുകൊണ്ട് വന്നൊരു സിദ്ധാന്തമായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മിത്തോളജി, പുരാവൃത്തത്തിന്റെ ഒരു ഉൽപ്പത്തിയെ കുറിച്ചുള്ള സിദ്ധാന്തമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസറിലേക്കുള്ള ഒരു സൂചന. സൗര സിദ്ധാന്തം, സൗര പുരാവൃത്ത സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ആ വാക്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ട്. സൂര്യനെ കേന്ദ്രീകരിച്ചാണ് പുരാവൃത്തങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. ഇതാണ് മാക്സ് മുള്ളർ ആവിഷ്കരിച്ചിട്ടുള്ള സൗര സിദ്ധാന്തം, സൗര പുരാവൃത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഈ കാര്യം? ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യാഞ്ഞിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻ ഇന്ത്യൻ പുരാവൃത്തങ്ങളുടെ ആദ്യ രൂപം എന്താന്ന് കണ്ടെത്തുക, അതിനെപ്പറ്റി പഠിക്കുക. ഇതൊക്കെയായിരുന്നു മാക്സ് മുള്ളർ ചെയ്തത്. ഇതൊക്കെ സാന്ദർഭികമായിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു കഥ പോലെ പറയുന്നു മാത്രം. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞത്, പുരാവൃത്തം അല്ലെങ്കിൽ പുരാവൃത്തം എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു രോഗമാണെന്ന് പറഞ്ഞ ആളാണ് മാക്സ് മുള്ളർ. അപ്പൊ മാക്സ് മുള്ളറുടെ തിയറി സൗര പുരാവൃത്ത രീതിയാണ്, സിദ്ധാന്തമാണ്. പുരാവൃത്തത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള സിദ്ധാന്തമാണിത്. സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാ പുരാവൃത്തങ്ങളും നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ച തിയറി. ഇനി അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു സിദ്ധാന്തത്തെ പറ്റി ഞാൻ പറയാം. അത് അനുഷ്ഠാന സിദ്ധാന്തമാണ്. അത് വേറൊന്നുമല്ല, മാക്സ് മുള്ളറുടെ ശിഷ്യൻ തന്നെയായിരുന്നു അനുഷ്ഠാന സിദ്ധാന്തം ആവിഷ്കരിച്ച ആൻഡ്രൂ ലാങ്ങും WJ കോക്സും. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ആൻഡ്രൂ ലാങ് ആണ് ഈ ഒരു പുരാവൃത്ത സിദ്ധാന്തത്തെ ഏറ്റവും കൂടുതൽ, സൗരപുരാവൃത്ത തിയറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് ആൻഡ്രൂ ലാങ്. ഈ ആൻഡ്രൂ ലാങ്ങിന്റെ നേതൃത്വത്തിലെ ആൻഡ്രൂ ലാങ്ങും WJ കോക്സും കൂടി ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് അനുഷ്ഠാന സിദ്ധാന്തം എന്ന് പറയുന്നത്. അനുഷ്ഠാന സിദ്ധാന്തത്തിന്റെ പ്രത്യേകത എന്താണ്? അവർ ഈ പറയുന്ന വാദത്തിന്റെ നേരെ തിരിച്ചാണ് അവർ പറയുന്നത്. അത് ഫോക്ലോറിന്റെ ഉത്ഭവത്തെ പറ്റിയിട്ടൊക്കെയാണ് അവർ ഇതിൽ പഠിച്ചിട്ടുള്ളത്. അവർ പറയുന്നത്, മാക്സ് മുള്ളർ പറയുന്നതിന്റെ പുരാവൃത്തങ്ങളെ പറ്റി തന്നെയാണ് പറയുന്നത്. പുരാവൃത്തങ്ങളിൽ നിന്ന് അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് അനുഷ്ഠാനങ്ങളിൽ നിന്ന് പുരാവൃത്തങ്ങളാണ് ഉണ്ടായത് എന്നായിരുന്നു ഇവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും കൂടുതലായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. അനുഷ്ഠാന സിദ്ധാന്തം ഈ മാക്സ് മുള്ളറുടെ സൗര പുരാവൃത്ത സിദ്ധാന്തത്തെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നിരാകരിച്ചുകൊണ്ട് വന്നൊരു സിദ്ധാന്തമാണ്. ആൻഡ്രൂ ലാങ്, WJ കോക്സ് എന്നിവരാണ് ഈ അനുഷ്ഠാന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇതിൽ വേറൊരു പേര് ഓർക്കേണ്ടതുണ്ട്, ജെയിംസ് ജോർജ് ഫ്രേസർ എന്ന് പറയുന്ന ഒരാളുടെ പേര് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഗോൾഡൻ ബോ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം എല്ലാ തരം നാട്ടറിവുകളും അനുഷ്ഠാനങ്ങളിൽ നിന്നുണ്ടായതാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ബോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടെക്സ്റ്റിന്റെ പേരാണ് ജെയിംസ് ജോർജ് ഫ്രേസറുടെ ഗോൾഡൻ ബോ എന്ന് പറയുന്ന പുസ്തകത്തില്. അദ്ദേഹവും അനുഷ്ഠാന സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട ആളാണ്.
ആണ്. ചേരുംപടി ചേർക്കാൻ ചിലപ്പോൾ നമ്മൾ ആൻഡ്രൂ ലാങ് അനുഷ്ഠാന സിദ്ധാന്തം എന്ന് മാത്രം പഠിച്ചു പോവും. ബി കോളത്തിൽ ചിലപ്പോൾ ഈ ജോർജ് ഫ്രൈസറിനെയോ WJ കോക്സിനെയോ ഒക്കെ തരുമ്പോൾ ഇതല്ലല്ലോ അനുഷ്ഠാന സിദ്ധാന്തത്തിൽ ഞാൻ പഠിച്ചത് എന്ന് വിചാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ 3 പേരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഗോൾഡൻ ബോ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു തിയറി ആവിഷ്കരിക്കുന്നത്. പോട്ടെ, അടുത്ത തിയറി തിയോഡർ ബെൻഫെ ആവിഷ്കരിച്ചിട്ടുള്ള ഇന്ത്യനിസ്റ്റ് സിദ്ധാന്തമാണ്. ഇന്ത്യനിസ്റ്റ് സിദ്ധാന്തം അതേപോലെ ഈ ദേശാന്തര ഗമന സിദ്ധാന്തവും തിയോഡർ തിയറിയാണ്. അതും എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഉത്ഭവവും വ്യാപനവും ഒക്കെ എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ഈ ഇന്ത്യനിസ്റ്റ് തിയറിയിൽ പറയുന്നത്. ഇന്ത്യനിസ്റ്റ് തിയറിയുടെ പ്രത്യേകത എന്താണ്? ലോകത്തുള്ള എല്ലാ നാടോടി കഥകളുടെയും ഉൽപ്പത്തി ഇന്ത്യയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണിത്. ഈ പേരിലുണ്ടത് ഇന്ത്യനിസ്റ്റ് സിദ്ധാന്തം. ഇന്ത്യയാണ് അവിടെ ഏറ്റവും പ്രാമാണ്യത്തിൽ നിൽക്കുന്നത്. ഇന്ത്യനിസ്റ്റ് തിയറി ലോകത്തുള്ള എല്ലാ നാടോടി കഥകളുടെയും ഉൽപ്പത്തി ഇന്ത്യയിലാണെന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തമാണ് ഈ ഇന്ത്യനിസ്റ്റ് സിദ്ധാന്തം. അതേപോലെ തന്നെ ദേശാന്തര ഗമന സിദ്ധാന്തം, അതിലുണ്ട് സൂചന. ദേശാന്തര ഗമനം എന്താ? ഈ ദേശാന്തര ഗമനം എന്ന് പറയുന്നത് ഒരു ദേശത്തുനിന്ന് അപ്പുറത്തെ ദേശത്തേക്കുള്ള ഗമനം, യാത്ര അല്ലെങ്കിൽ കടന്നു വരവ്. അത് നോക്കൂ നിങ്ങള്. ഇന്ത്യയിൽ ഉത്ഭവിച്ച ഈ തിയോഡർ ബെൻഫെയുടെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം പഞ്ചതന്ത്രം കഥകളെ ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പഞ്ചതന്ത്രം കഥകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു തിയറി ആവിഷ്കരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ലോകത്തുള്ള എല്ലാ നാടോടി കഥകളുടെയും ഉൽപ്പത്തി ഇന്ത്യയിലാണെന്ന് അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യനിസ്റ്റ് തിയറി അല്ലെങ്കിൽ ഇന്ത്യനിസ്റ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ ദേശാന്തര ഗമന സിദ്ധാന്തം എന്നുള്ളത് അദ്ദേഹം പറയുന്നത് സംസ്കാരങ്ങൾ, നമ്മുടെ ഈ കൾച്ചറുകൾ തമ്മിലുള്ള ആദാന പ്രദാനങ്ങൾ, അതിലുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളാണ് ഒരു നാട്ടറിവ് വിനിമയത്തിലൂടെ സംഭവിക്കുന്നത്. ഒരു തരത്തിൽ ശരിയാണല്ലോ. ഒരു തരത്തിൽ നമ്മൾ കൾച്ചറുകൾ കൂടിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാട്ടറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിലൂടെ, നാട്ടറിവിന്റെ വിനിമയത്തിലൂടെ നമ്മൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ സംസ്കാരം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഇപ്പൊ ഉക്രൈനിൽ യുദ്ധം നടന്നു. യുദ്ധം, പലായനം, ദേശാടനം അങ്ങനെയുള്ള പ്രക്രിയകളിലൂടെ ഒക്കെ നടക്കുന്ന ദേശാന്തര ഗമനം. അപ്പൊ ദേശാന്തര ഗമനമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ദേശാന്തര ഗമനത്തിലൂടെ ആണ് ഈ ഇത്തരത്തിലുള്ള വിനിമയങ്ങൾ സാധ്യമാവുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇത് എളുപ്പമാണ്, ഇതിലൊക്കെ സൂചന ഉണ്ട്. ഇന്ത്യനിസ്റ്റ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണല്ല എന്ന് ആലോചിച്ചാൽ മതി. ഇന്ത്യയിലുള്ള പഞ്ചതന്ത്രം കഥകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തം. ലോകത്തെ എല്ലാ നാടോടി കഥകളുടെയും ഉൽപ്പത്തി ഇന്ത്യയിലാണെന്ന് ഇദ്ദേഹം അങ്ങ് വിശ്വസിച്ചു. പിന്നെ ഇദ്ദേഹം പഞ്ചതന്ത്രം കഥകളെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനൊരു ഉദാഹരണമായിട്ട് ഈ ദേശാന്തര ഗമന സിദ്ധാന്തത്തിന് ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള പഞ്ചതന്ത്രം കഥ പേർഷ്യയിലൂടെ യൂറോപ്പിൽ എത്തിച്ചേർന്നു. നമുക്കറിയാം ഈ പഞ്ചതന്ത്രം കഥകളുടെ വേറൊരു സ്വഭാവം ഉള്ളതാണ് 1001 രാവുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതേ സ്വഭാവം, അതേ ധർമ്മം അല്ലെങ്കിലും ഒരു തരത്തിൽ ആ ഒരു ആഖ്യാന രീതിക്ക് പോലും സാമ്യമുണ്ട് എന്നൊക്കെ പഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ദേശവും ഭാഷയൊക്കെ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ഒരു രീതിക്ക്, പറച്ചിലിന്റെ രീതിക്കൊക്കെ ആയിരിക്കും മാറ്റങ്ങൾ. അല്ലെങ്കിൽ കണ്ടന്റ്, ഇപ്പൊ റഷ്യൻ നാടോടി കഥയും നമ്മുടെ നാട്ടിലെ നാടോടി കഥയും തമ്മിൽ കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ രീതിയൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പോട്ടെ, അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹം ഈ ഒരു 2 തിയറിയിലൂടെയും. അപ്പൊ ഇന്ത്യനിസ്റ്റ് സിദ്ധാന്തം എന്നും ദേശാന്തര ഗമന സിദ്ധാന്തം എന്നും വന്നാൽ നിങ്ങൾ ഓർക്കേണ്ട പേര് തിയോഡർ ബെൻഫെയുടെ ആണ്. അടുത്തത് ഫിന്നിഷ് മെത്തേഡ് ആണ്. ഫിന്നിഷ് മെത്തേഡ് ഈ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞ തിയോഡർ ബെൻഫെയുടെ സിദ്ധാന്തത്തെ, അതിന്റെ ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫിന്നിഷ് എന്ന് പറയുന്നത് ഏത് രാജ്യമാണെന്ന് ആലോചിക്കുക. ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ് ഫോക്ലോർ പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്നുകൂടി ആലോചിക്കാം. അപ്പൊ ഫിന്നിഷ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ബെൻഫെയുടെ ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫിൻലൻഡിലെ ഗവേഷകര് നാട്ടറിവിനെ അപഗ്രഥിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതി കൊണ്ടുവരുന്നുണ്ട്. അതിനൊരു സമ്പ്രദായം അവർ ഏർപ്പെടുത്തുന്നുണ്ട്. ആ സമ്പ്രദായം എങ്ങനെയാന്ന് വെച്ചാല് അതിങ്ങനെയായിരുന്നു. ഒരു കഥ, അത് പഠിക്കുമ്പോൾ അത് പ്രചരിച്ച സ്ഥലം,
അല്ലെങ്കിൽ അത് ഉത്ഭവിച്ച സ്പേസ്, അത് ഉത്ഭവിച്ച ഇടം, അതെങ്ങനെയാണ് വ്യാപിച്ചത്, അതിന്റെ വഴി, ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കൂ, ചരിത്രപരമായ ഫോക്ലോർ പഠനം. ആ വാക്ക് ശ്രദ്ധിക്കുക, ചരിത്രപരം. അങ്ങനെയല്ലേ? ഒരു കഥ, ആ കഥ ഉണ്ടായ നാട് അല്ലെങ്കിൽ ആ കഥ ഉത്ഭവിച്ച സ്ഥലം, അതിന്റെ ഇടം, അതിന്റെ സ്വഭാവം, അതെങ്ങനെയാ വ്യാപിച്ചത്, അത് ചരിത്രപരമായ പഠനല്ലേ? അപ്പൊ ഇത്തരത്തില് ചരിത്രപരമായ ഫോക്ലോർ പഠനത്തിന്റെ ഒരു യുക്തിബദ്ധവും സയന്റിഫിക്കും ആയിട്ടുള്ള ഒരു രാജ്യം ആലോചിക്കുക. ജൂലിയസ് ക്രോഹൺ ആവിഷ്കരിക്കുകയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കാർലെ ക്രോഹൺ വിപുലപ്പെടുത്തുകയും ചെയ്ത സിദ്ധാന്തമായിരുന്നു ഈ ഫിനിഷ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്. ഇനി വേറൊരു കാര്യം കൂടെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1835 ഞാൻ ആ വർഷം ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല, ഫിനിഷ് ഇതിഹാസമായിരുന്നു കലേവാല എന്ന് പറയുന്നത്. കലേവാല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1835 ഏലിയാസ് ലാൻഡ്രോട്ട് എന്ന് പറയുന്ന ആളാണ് കലേവാല, അവരുടെ ഒരു ദേശീയ ഇതിഹാസ കാവ്യാണ്, ഈ ഫിനിഷ് ഇതിഹാസ കാവ്യാണ് കലേവാല. അത് സമാഹരിക്കുന്ന ആളാണ് ലാൻഡ്രോട്ട്, ഏലിയാസ് ലാൻഡ്രോട്ട് എന്ന് പറയുന്ന ആള്. ഏലിയാസ് ലാൻഡ്രോട്ട് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏലിയാസ് ലാൻഡ്രോട്ട് ഈ കലേവാല എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അത് സമാഹരിക്കുന്നുണ്ട്. ആ സമാഹരിക്കുന്നതിന് ശേഷം അവര് അതിന്റെ വാമൊഴി വഴക്കങ്ങളെ സാഹിത്യമായിട്ട് അവര് വിലയിരുത്തുന്നുണ്ട്. അതിനായിട്ട് അവര് വികസിപ്പിച്ച ചരിത്ര ഭൂമിശാസ്ത്ര പഠന രീതിയാണ് ഫിനിഷ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കൂ, ഈ ഫിനിഷ് ഇതിഹാസമായിട്ടുള്ള കലേവാലന്റെ മൂലരൂപം, അതുണ്ടായ കാലം, അതുണ്ടായ പ്രദേശം, ഇതിനൊക്കെ രേഖപ്പെടുത്തുന്നതിനായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രീയവും ചരിത്രപരവുമായിട്ടുള്ള ഒരു രീതിയാണ് ഫിനിഷ് മെത്തേഡ്. ഇത്രയൊന്നും ഇത് പറയണ്ട, ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അതൊന്ന് അറിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ആദ്യത്തെ സ്ലൈഡിലേക്ക് തന്നെ പോയത് എന്തിനാന്ന് വെച്ചാല്, നമ്മൾ പറയാത്ത ഇനി ഈ മേഖലയിൽ ഘടനാവാദപരമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ലെവിസ്ട്രോസ്, അത് നിങ്ങൾക്കറിയാം. ഇനി എന്താ പ്രോപ്പിന്റെ ഒക്കെ പഠനം വരുന്നുണ്ട്. വ്ളാഡിമിർ പ്രോപ്പ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ഒരു പഠന രീതി എന്നൊക്കെ പറയുന്നത്, അദ്ദേഹം കുറച്ചുകൂടെ ഇതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പഠന രീതിയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നത് റഷ്യൻ നാടോടി കഥകളെ പറ്റിയിട്ട്, റഷ്യൻ ഫോർമലിസ്റ്റ് ചിന്തകനൊക്കെ ആയിരുന്നു ഈ വ്ളാഡിമിർ പ്രോപ്പ് എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം ഫോക്ലോറിന് ഘടനാപരമായിട്ടുള്ള പഠനം കൊണ്ടുവന്ന ആളാണ് വ്ളാഡിമിർ പ്രോപ്പ് എന്ന് പറയുന്ന ആള്. ഘടനാപരമായിട്ടുള്ള പഠന രീതി. അദ്ദേഹം പിന്നെ റഷ്യൻ നാടോടി കഥകളുടെ അടിസ്ഥാന ഘടകങ്ങളെ പറ്റിയിട്ടൊക്കെ പഠനം നടത്തിയത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ആ പുസ്തകത്തിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. മോർഫോളജി ഓഫ് ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്ന 1928 ഒരു കൃതി ഉണ്ട് അദ്ദേഹത്തിന്റെ. 1928 സാഹിത്യത്തിലുള്ള മറ്റൊരു പ്രത്യേകത എന്താ അറിയാമോ? 1928 കാലത്തിന് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. 28-29 കാലത്താണ്, 28ആണോ 29ആണോ എന്നും അത് തർക്കവിഷയമായിട്ട് നിൽക്കാറുണ്ട്. എന്നാൽ 28-29 കാലത്താണ് യോഗക്ഷേമ സഭ പോലൊരു സഭ രൂപീകരിക്കുകയും ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മാസിക വരികയൊക്കെ ചെയ്യുന്നത്. 29ലാണ് എന്ത് വരുന്നത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഫോക്ലോർ പഠിക്കുമ്പോൾ ഫോക്ലോർ മാത്രം പഠിക്കണ്ട, കണക്ട് ചെയ്ത് പഠിച്ചോളൂ. കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് കുറെ കാര്യം ഉണ്ടാവും. നമ്മൾ ഒരു വിഷയം തന്നെ പഠിക്കുന്ന ബോറടിയൊക്കെ മാറ്റാനും പറ്റും നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇത് പല സ്ഥലത്തുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടൊക്കെയാന്ന് തോന്നുന്നു ഇങ്ങനെ നെറ്റിനൊരു ചെറിയ പ്രശ്നം. നോക്കാം നമുക്ക്. അപ്പൊ ഇനി ഇതിൽ ഒരു തിയറി കൂടി പറയാനുണ്ട്, കെട്ടുമുറ സിദ്ധാന്തം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കുറച്ചുകൂടി പരിചയപ്പെടുന്ന ഒരു തിയറി ഇതായിരിക്കും. വാമൊഴി രചനാ സിദ്ധാന്തം എന്ന പേരിലൂടെ അറിയപ്പെടുന്ന ഒരു തിയറിയാണ് കെട്ടുമുറ സിദ്ധാന്തം. നിങ്ങൾ നോക്കൂ, ആൽബർട്ട് ബിലോഡ് മിൽമേൻ പാരി ഏറ്റവും ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട ഒരാളാണ് കേട്ടോ. വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിച്ചത്.
സൈദ്ധാന്തികൻ അല്ലെ ഫോക്ലോറിസ്റ്റ് ആയിരുന്നു മിൽമൻ പാരി. അദ്ദേഹത്തിൻ്റെതാണ് കെട്ടുമുറ സിദ്ധാന്തം എന്ന് പറയുന്നത്. കെട്ടുമുറ അത് നമുക്കറിയാം, എന്താണ് നാടൻ പാട്ടുകൾ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കുന്ന അതിന്റെ ഓരോ പാട്ടും, അതായത് അതിന്റെ അവതാരകരെ അവരുടെ പ്രകടനത്തെ ഒക്കെ ആധാരമാക്കിയിട്ട് രൂപപ്പെട്ട ഒരു തിയറിയാണ് ഈ കെട്ടുമുറ സിദ്ധാന്തം എന്ന് പറയുന്നത്. കെട്ടുമുറ സിദ്ധാന്തത്തെ പറ്റിയിട്ട് ആ ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു പുസ്തകമൊക്കെ വന്നിട്ടുണ്ട്, രാഘവ വാര്യരുടെ. ഏതാന്നറിയാമോ? സോറി, കെട്ടുമുറ സിദ്ധാന്തത്തെ ബേസ് ചെയ്തുകൊണ്ട് വന്ന പുസ്തകം ഏതാന്നറിയാമോ? എം.ആർ. രാഘവ വാര്യരുടെ വടക്കൻ പാട്ടുകളുടെ പണിയാല കേട്ടോ. അതും കൂടെ അതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഇതൊന്നുമല്ല, ഓരോ കെട്ടുമുറ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്, ഒരു പാട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പിന്നെ നാടോടി ഇതിഹാസങ്ങളെ, അതായത് ഒരു വാമൊഴി പാട്ടുകളുടെ രചനയെ പറ്റിയിട്ട്, അതിന്റെ വാമൊഴി പാട്ടിന്റെ രചനാശില്പം, വാമൊഴി പാട്ടുകൾ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇത് പാടുന്ന ആളുകൾക്ക് അതിനൊരു സൂത്രമുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു പഠന രീതിയായിരുന്നു ഇദ്ദേഹം ആവിഷ്കരിച്ച ഈ കെട്ടുമുറ സിദ്ധാന്തം, പാട്ട് കെട്ടി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള. ഇതായിരുന്നു മിൽമൻ പാരി, ആൽബർട്ട് ബിലോഡ് എന്ന് പറയുന്ന ഈ രണ്ടാളുകളാണ് കെട്ടുമുറ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു പഠനം നടത്തിയിട്ടുള്ള ആളുകൾ. ഇവരുടെ പേരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇത്ര ഭാഗങ്ങളാണ് സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനിയുള്ള ഭാഗം നിങ്ങൾക്ക് കുറച്ചും കൂടെ രസകരമായിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ഫോക്ലോറിന്റെ പരിണാമമാണ്. അതും കൂടെ ഒന്ന് കുറച്ച് സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവാം. ഫോക്ലോറിന്റെ പരിണാമം എന്ന് പറയുന്നത് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് അറിയാം. നാഗരിക ഫോക്ലോർ ഉണ്ട്. ഇനി ഓരോ ടെർമിനോളജികൾ വന്നു, ടേംസ് വന്നു. അതിലൊന്നാണ് നാഗരിക ഫോക്ലോർ, അർബൻ ഫോക്ലോർ എന്നൊക്കെ പറയുന്നത്. അതെന്ന് വെച്ചാൽ നഗരം, നഗരാനുഭവങ്ങൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫോക്ലോർ ആണ് എന്ത് നാഗരിക ഫോക്ലോർ എന്ന് പറയുന്നത്. നാഗരിക ഫോക്ലോർ എന്ന് പറയുന്നത് നഗരവും നഗരാനുഭവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ഫോക്ലോറിസം എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ട്. ഫോക്ലോറിസം എന്ന് പറയുന്നത്, ഫോക്ക് എന്ന് പറയുന്നത് കൂട്ടായ്മയാണല്ലോ, നമുക്കറിയാം. ആ കൂട്ടായ്മക്ക് സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പരിണാമത്തിന്റെ അനന്തര ഫലം ആണ്, അല്ലാതെ ആരും ബോധപൂർവം ചെയ്യുന്ന അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന ഒന്നല്ല. ഈ ഒരു കൂട്ടായ്മക്ക് കാലത്തിനനുസരിച്ചും നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ സ്വാഭാവികമായിട്ടുള്ള പരിണാമം സംഭവിക്കും. ആ ഒരു പരിണാമത്തിന്റെ അനന്തരഫലം എന്നുള്ള നിലയ്ക്ക് ഫോക്ലോറ്, ഇപ്പം തെയ്യം കെട്ടി ആടുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്കറിയാം. തെയ്യം ഇന്ന പ്രദേശങ്ങളിൽ ഇന്ന കാലത്ത് ഇന്ന സമയത്താണ് കെട്ടിയാടുക എന്നറിയാം. പക്ഷെ അതല്ലാത്ത കാലത്തും അതിൻ്റെതല്ലാത്ത പരിസരത്തും അത് ആടേണ്ടി വരിക, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഫോക്ലോറിസം എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഉദാഹരണം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിപ്പബ്ലിക് പരേഡിൽ എന്ത് ചെയ്യാം? തെയ്യം അവതരിപ്പിക്കുക, അല്ലെങ്കിൽ റിപ്പബ്ലിക് പരേഡിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു അനുഷ്ഠാന കലാരൂപം അവതരിപ്പിക്കേണ്ടി വരിക. അതിന്റെ സ്ഥലമല്ല, അതിന്റെ പിന്നെ സാഹചര്യമല്ല, അതൊന്നുമല്ല. പക്ഷെ എന്താണ്, അതൊരു സ്വാഭാവികമായ പരിണാമമാണ്, കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. അതാണ് ഫോക്ലോറിസം എന്ന് പറയുന്നത്. ഇനി പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്നത് തിരിച്ചാണ്. കൂട്ടായ്മക്ക് പുറത്തുള്ള ആളുകൾ വളരെ നിർബന്ധിച്ച് അല്ലെങ്കിൽ വളരെ ബോധപൂർവം അതിനെന്താണ്, ഫോക്ലോറിന് അതിൻ്റെതല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് പ്രായോഗിക ഫോക്ലോർ. ഉദാഹരണമായിട്ട് എന്താണ്, കൊക്കോകോള കുടിക്കുന്ന തെയ്യം എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോ ഞാൻ വെറുതെ ഒരു തമാശയായിട്ട് പറഞ്ഞതാട്ടോ. പരസ്യങ്ങളിൽ തെയ്യം പോലുള്ള കലാരൂപങ്ങളെ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഉദാഹരണമാണ്. ഇനി മെറ്റാഫോക്ലോർ എന്ന് പറയുന്നത് ഒരു ഫോക്ലോർ രൂപത്തെ വിശദീകരിച്ചുകൊണ്ടോ വിലയിരുത്തിക്കൊണ്ടോ ഉരുവപ്പെടുന്ന ഫോക്ലോർ ആണ് മെറ്റാഫോക്ലോർ. പഴഞ്ചൊല്ലിൽ പതിരില്ല, അത് പഴഞ്ചൊല്ലൊരു ഫോക്കാണ്. ആ ഫോക്ലോറിനെ വിശദീകരിക്കുകയാണ് ഇത്. ഇനി നവ ഫോക്ലോർ എന്ന് പറയുന്നത് സാമൂഹ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് പരുവപ്പെടുന്ന ഫോക്ലോർ ആണ്. ഉദാഹരണം നിങ്ങൾക്കറിയാം, സിത്താരയുടെ പാട്ട് ഇല്ലായിരുന്നോ, പൂമാതേ പൊന്നമ്മയെ പറ്റിയിട്ട്. അപ്പോ ഉണ്ണിയാർച്ചന നമ്മളൊരു ആധുനിക സ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തിന്റെ ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു പിന്നെ സ്ത്രീയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഉണ്ണിയാർച്ചയെ പറയാം. അതെന്താണ്? അതൊരു പിന്നെ അല്ലെങ്കിൽ ദളിതരുടെ അല്ലെങ്കിൽ പിന്നെ ദളിത് പൊളിറ്റിക്സിലേക്ക് നമ്മൾ ഇതുപോലുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നു. ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിലേക്ക് ഉദാഹരണങ്ങളായിട്ട് കൊണ്ടുവരുന്നു, അതിന്റെ ഐക്കണായിട്ട് കൊണ്ടുവരുന്നു, ഐക്കണുകളായിട്ട് കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് നവ ഫോക്ലോർ എന്ന് പറയുന്നത്.
ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഉദാഹരണങ്ങൾ ഓർത്താൽ മതി. ഇത് സെന്റൻസ് ബൈ സെന്റൻസ് ഒന്നും നിങ്ങൾ ഓർക്കണ്ട. ഉദാഹരണങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു എന്താണ് അതെന്ന് മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നീട് ഇതൊക്കെയാണ് ഫോക്ലോറിന്റെ ഒരു പരിണാമത്തെ കാണിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്കറിയാം, താഴെ കൊടുത്ത പഴഞ്ചൊല്ല്, പുരാവൃത്തം, കഥാഗാനം, നാടൻപാട്ട്, ഇതെല്ലാം എന്താണ്, ഫോക്കിന്റെ ഭാഗമാണ്. അതിൽ കഥാഗാനം, നാടൻപാട്ടുകളൊക്കെ നമ്മളിങ്ങനെ വഴിയെ വഴിയെ ചർച്ച ചെയ്തു പോകും. ഇനി ഞാൻ കടക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉദാഹരണമായിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, 2018 19 ജൂണോ അല്ലെങ്കിൽ 20 വർഷത്തെ, അതായത് NT ഓൺലൈൻ ആക്കിയതിനു ശേഷമുള്ള പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ, പരീക്ഷാ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചേരുംപടി ചേർക്കുക, ഗദ്ദിക, ചാറ്റ്, മുറങ്കുലുക്കി പാട്ട്, കൂരാൻ കളി. ഇപ്പുറത്തെ രണ്ടാമത്തെ പട്ടികയിൽ മലയർ, കാടർ, മന്നാൻ, അടിയർ, കാണിക്കാർ എന്നിങ്ങനെയുണ്ട്. ഇതില് ഗദ്ദിക വളരെ എല്ലാവർക്കും പരിചിതമായ ഒരു പേരായിരുന്നു. പക്ഷേ ഇതിലെ മുറങ്കുലുക്കി പാട്ടും കൂരാൻ കളിയും അതുവരെയുള്ള, ഞാൻ 100% പറയാം, ഒരു 2012 നമ്മൾക്ക് പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ, 1 വേർഡ് ചോദ്യോത്തരങ്ങൾ വരുന്നത് നെറ്റ് എക്സാമിന്. അതുവരെ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ഒരു പേപ്പർ ഒബ്ജക്റ്റീവും ഒരു പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അതിന് മാറി ഫുള്ളി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത് 2012 2012 ജൂൺ മുതൽ. 2012 ജൂൺ മുതൽ 2022 ഈ വർഷം വരെ എത്തി നിൽക്കുന്നതിന്റെ ഇടയിൽ മുറങ്കുലുക്കി പാട്ട്, കൂരാൻ കളി എന്ന് പറയുന്ന 2 ചോദ്യങ്ങൾ ഇതുവരെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടില്ല. അത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റെഫർ ചെയ്തതാ, ചോദിച്ചിട്ടില്ല. അപ്പൊ അതൊരു പുതിയ ചോദ്യമായിരുന്നു, പുതിയ ചോദ്യങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ പഠിക്കേണ്ട രീതിയിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് എങ്ങനെയാണ് ഇത്ര വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട്, ഒരു സെക്കൻഡ്, ചുമച്ചു, വെള്ളം കുടിച്ചതാണ്. അപ്പൊ എത്ര കൃത്യമായിട്ട് എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഇതൊരു പുതിയ ചോദ്യമാണെന്ന് പറയാൻ പറ്റുന്നത്? നമ്മൾ ഇത് റെഫർ ചെയ്തത് കൊണ്ടാണ്. ഇപ്പോ പുതിയ ചോദ്യമാണെന്ന് പറയാൻ കാരണം, ഫോക്ലോറിൽ അന്ന് വരെ നമുക്ക് പടയണി, മുടിയേറ്റ്, തെയ്യം തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് എന്ത് ചെയ്തു, ഗോത്ര കലാരൂപങ്ങളെ കൂടി കുറച്ചുകൂടെ ചോദ്യ പേപ്പറിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്നതിലേക്ക് ഗോത്രവർഗ കലാരൂപങ്ങളെ കൂടി പഠിക്കേണ്ടതായിട്ട് വന്നു. അതും വളരെ പ്രസിദ്ധമായിട്ടുള്ള കലാരൂപങ്ങൾ മാത്രമല്ല. നിങ്ങൾ നോക്കി, മുറങ്കുലുക്കിപ്പാട്ടും കൂരാൻ കളിയൊക്കെ നമ്മള് കുറച്ചുകൂടെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ ആ വിഭാഗത്തിന്റെ കലാരൂപങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ. എന്താ പാച്ച ഒന്നും മിണ്ടാതെന്നാ? സോറി. അപ്പോ ഇതിൽ ഗദ്ദിക നോക്കൂ. ഗദ്ദിക എന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസി വിഭാഗമായിട്ടുള്ള അടിയാന്മാരുടെ, അടിയോർ എന്നും പറയും, അടിയാന്മാരുടെ ഇടയിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗദ്ദിക സാധാരണയായിട്ടൊരു ഗദ്ദിക ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. എന്റെ ഇടയിൽ എനിക്ക് അൺസ്റ്റേബിൾ കാണിച്ചു, അതുകൊണ്ടാണ്. അപ്പൊ വയനാട്ടിൽ നമുക്കറിയാം, വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഒരു കലാരൂപമാണ്. ഞാൻ ഈ സ്ലൈഡിൽ ഇല്ലാത്ത പോയിന്റുകൾ കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. അത് വേറൊന്നിനല്ല. സ്ലൈഡിൽ ഇങ്ങനെ മാക്സിമം ഡാറ്റ നിറച്ചു വെച്ചാൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാലോ. അതല്ലാത്ത കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഈ ഒരു ഗദ്ദിക എന്ന് പറയുന്ന അനുഷ്ഠാന കലാരൂപം സാധാരണയായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്
വയനാട്ടിൽ ഇത് നടത്തി വരാറുള്ളത്. മാനന്തവാടി, അതുപോലെ തിരുനെല്ലി, ബത്തേരി ഒക്കെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അടിയ വിഭാഗത്തിന്റെ ഇടയിൽ നടത്തുന്ന ഈ ഒരു അനുഷ്ഠാന കലാരൂപം പരമായിട്ടുള്ള ചടങ്ങാണിത്. അപ്പൊ ഈ ഗദ്ദികയിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊട്ടിയൂര് ക്ഷേത്രത്തിലെ ഉത്സവം, അവിടുത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം അത് പിറ്റേ ഒരു 2 ആഴ്ച, പിറ്റത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒക്കെ ആയിട്ടാണ് സാധാരണയായിട്ട് ഗദ്ദിക നടത്തി വരാറുള്ളത് വയനാട്ടില്. അപ്പൊ ഈ കൊട്ടിയൂര് ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ ഇളനീര് പ്രസാദമായിട്ടുള്ള ക്ഷേത്രം എന്ന് തോന്നുന്നു കൊട്ടിയൂര് ക്ഷേത്രം. ഓക്കെ, അത് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ വയനാട്ടിൽ ഈ ആദിവാസി വിഭാഗമായിട്ടുള്ള അടിയാന്മാരുടെ ഇടയിൽ അനുഷ്ഠാന കലാരൂപം വർഷത്തിൽ ഒരു തവണ നടത്തുന്നതാണ്. രോഗം മാറാനും ദുരിതങ്ങൾ അകറ്റാനും ഒക്കെ വേണ്ടിയിട്ടും അതിനപ്പുറത്ത് ആളുകളിൽ കൂടിയിട്ടുള്ള ബാധ ഒഴിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു കലാരൂപമാണ് ഈ പറയുന്ന ഗദ്ദിക എന്ന് പറയുന്നത്. അതൊരു നാടിന്റെ മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അവർ നടത്താറുണ്ട്. അതിന് നാടുഗദ്ദിക എന്നാണ് പറയാറുള്ളത്. ഇനി ഓരോ അവരുടെ ഏറ്റവും പ്രധാനിയായിട്ടുള്ളത് മൂപ്പനാണ്. മൂപ്പന്റെ വീട്ടിൽ നിന്ന് കൊട്ടിപ്പാടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് അവരുടെ ദൈവം എന്ന് പറയുന്നത് മാരിയമ്മയാണ്. അപ്പൊ മാരിയമ്മയുടെ മുന്നിൽ കൊട്ടിപ്പാടിക്കൊണ്ട് ഇവരുടെ ഊരുകളിലെ വീട് തോറും കൊട്ടിപ്പാടി ഇറങ്ങുന്നതാണ് ഈ ഗദ്ദിക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗദ്ദിക നമുക്കറിയാം നാടിന്റെ മുഴുവൻ ഐശ്വര്യത്തിനായിട്ട് നാടുഗദ്ദിക നടത്തുന്നുണ്ട്. നമ്മൾ ഈ നാടുഗദ്ദിക എന്നുള്ളത് വേറൊരു രീതിയിലാണ് കുറച്ചുകൂടി ആളുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ളത്. നാടുഗദ്ദിക എന്ന് പറയുന്ന നാടകത്തിലൂടെ നമുക്കറിയാം KJ ബേബിയുടെ നാടകമായിരുന്നു നാട്ടുഗദ്ദിക എന്ന് പറയുന്നത്. അത് കുറെ കാലം നിരോധിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ നാടുഗദ്ദിക എന്ന് പറയുന്ന ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപത്തെ നമ്മൾ കേൾക്കുന്നത് എവിടുന്നാണ്? KJ ബേബിയുടെ നാടകത്തിലൂടെയാണ്. അപ്പൊ അത് നാട്ടുഗദ്ദിക. KJ ബേബിയുടെ ഒരു നോവൽ ഉണ്ട്, ആർക്കെങ്കിലും അറിയാമോ? 2 നോവലുകളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഏതൊക്കെയാ? രണ്ടും വന്നു. മാവേലി മന്ത്രവും വന്നു, ബസ്പുർഖാന്. മാവേലി മന്ത്രം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. ബസ്പുർഖാന ഞാൻ പല ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോഴും അത്ര തന്നെ പരിചിതമല്ല. അപ്പൊ ബസ്പുർഖാന, മാവേലി മന്ത്രം KJ ബേബിയുടെ നോവലുകളാണ്. അപ്പോ ഈ നാട്ടുഗദ്ദിക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടകമായിരുന്നു. അതിലൂടെയാണ് നമ്മൾ ഗദ്ദിക എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തെ പറ്റി അറിഞ്ഞിട്ടുള്ളത്, കുറച്ചുകൂടി പരിചിതമായിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവരുടെ താമസ സ്ഥലത്തെ കൻറ് എന്നും ഇവരുടെ മൂപ്പന്മാരെ കനലാടി എന്നുമാണ് സാധാരണയായിട്ട് വിളിക്കുന്നത്. പിന്നെ ഇവർക്ക് ഇടയിലുള്ള മറ്റു ചില ചടങ്ങുകളാണ് ആരാങ്കെ ഇട്ടുനീക്കൽ, കൂളിയാട്ട്, ചരട് വെട്ടൽ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇവർ ഗർഭിണികളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്നതാണ്. ഇനി ഇതിൽ തന്നെ ചെറിയ ഗദ്ദികയുണ്ട്, പൂജാ ഗദ്ദികയുണ്ട്. അപ്പൊ ചെറിയ ഗദ്ദിക എന്ന് പറയുന്നത് പെട്ടെന്ന് രോഗം മാറാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ തരത്തിലൊക്കെ നടത്തുന്നത്. പൂജാ ഗദ്ദിക എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ട് നടത്തുന്നതാണ് പൂജാ ഗദ്ദിക എന്ന് പറയുന്നത്. ഇനി മാരി നീക്കൽ എന്നുള്ള മറ്റൊരു പേര് കൂടി ഇതിനുണ്ട്. മാരി നീക്കൽ, മാരി എന്ന് പറയുന്നത് അസുഖാണല്ലോ. അപ്പം മാരി നീക്കൽ, പകർച്ചവ്യാധി എന്നൊക്കെ അർത്ഥമുണ്ട്. മാരി നീക്കൽ എന്ന് മറ്റൊരു പേരും കൂടിയുണ്ട്. അതേപോലെ നമുക്കറിയാം ഇതിന് ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യം തുടി, അതുപോലെ കുഴലൊക്കെ ഗദ്ദിക അവതരിപ്പിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ ഗദ്ദികയെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയൊരു പേരുണ്ട്, PK കാളൻ. PK കാളനാണ് ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപത്തെ കുറച്ചുകൂടി ജനകീയമാക്കുന്നതിൽ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ഒരാൾ PK കാളനാണ്. ഇനി ഒരവസരത്തിൽ PK കാളൻ ഏത് മേഖലയിൽ പ്രസിദ്ധനാണ്, അല്ലെങ്കിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? അപ്പൊ നമുക്കറിയാം ചേമഞ്ചേരിനെ നമ്മൾ കഥകളിയായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അതേപോലെ നമ്മൾ പറയാവുന്നതാണ് PK കാളൻ ഗദ്ദികയായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നേരത്തെ ചോദ്യത്തിന്റെ ഒരു ഉത്തരമായല്ലോ. എന്താണ്? ഗദ്ദിക ഏതാണ്? അടിയ വിഭാഗത്തിന്റെയാണ്, A4 ആണ്. ഓക്കെ, ഇനി അടുത്തത് ചാറ്റാണ്. ചാറ്റ് പരദേവതാ പ്രീതിക്ക് വേണ്ടി കാണിക്കാര് നടത്തുന്നതാണ് ചാറ്റ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മന്ത്രവാദ ചടങ്ങാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഗോത്രവർഗത്തിനിടയിലുള്ള ഏതാണ്ട് എല്ലാ കലാരൂപങ്ങളും എന്താണ്? മന്ത്രവാദ ചടങ്ങാണ്. കൊക്കര എന്ന ഉപകരണം, നേരത്തെ നമ്മൾ പറഞ്ഞു തുടിയും കുഴലും ഒക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ന് ഗദ്ദിക പഠിച്ച സമയത്ത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ചാറ്റിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണം കൊക്കര. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ചോദ്യമായിരുന്നു കൊക്കര എന്ന ഉപകരണം ഉപയോഗിച്ച്
പാടുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതെന്നോ മറ്റോ, എന്തായാലും ഈ ഒരു കൊക്കര ആൻസർ വരുന്ന ഒരു ചോദ്യവും കൊക്കരയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഇതേ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. ആ ചോദ്യം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ചാറ്റ് എന്ന് പറയുന്ന വാക്കിനർത്ഥം ശുദ്ധിയാക്കൽ അല്ലെങ്കിൽ ശുദ്ധികർമ്മം എന്നൊക്കെയാണ്. ഇപ്പോ 1954 ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഇതിന് ചാറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അതെന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട്, കാണിക്കാരെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ചാറ്റിനെ പറ്റി പറയുന്നുണ്ട്. ചാറ്റ് എന്ന് പറയുന്ന വാക്ക് ഒരു തമിഴ് പദമാണ്. അതിൽ ഉദ്ഘോഷിക്കുക അല്ലെങ്കിൽ ഉറക്കെ പറയുക എന്നുള്ളതൊക്കെയാണ് ചാറ്റിന്റെ അർത്ഥം. അപ്പം തിരുപ്പാവെ പോലുള്ള പഴയ തമിഴ് കൃതികളിൽ ചാറ്റ് എന്നുള്ള പദമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഗുണ്ടർട്ടിന്റെ നിഘണ്ടുവില് ചാറ്റിന് പറയുന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്: ടു കോൾ ഓൺ ഗോഡ്സ് ആൻഡ് സിംഗ് അറ്റ് ആസ്ട്രോളജേഴ്സ് എന്നുള്ളതാണ്. പിന്നെ മലയാളിയന്മാര് മന്ത്രവാദ അവസരങ്ങളിൽ പാടുന്ന പാട്ടാണ് ചാറ്റ് എന്ന് സുമംഗലയുടെ പച്ച മലയാള നിഘണ്ടുവിലുണ്ട്. അത് ചാറ്റിനെ പറ്റി പഠിക്കാനല്ല, ഇവിടെ നിങ്ങൾ പച്ച മലയാള നിഘണ്ടു ആരുടെയാന്ന് ചോദിച്ചാൽ അത് സുമംഗലയുടെ ആണെന്ന് ഓർത്തു വെക്കുക. അത് മതി ഇതില്. ഇനി കൂരാൻ കളി കാടർ വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണ് കൂരാൻ കളി എന്ന് പറയുന്നത്. തുടിയാണ് ഇതിൽ ഇവർ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ കൂരാൻ കളിയെ പറ്റിയിട്ട് കൂരാൻ കളി എന്ന് പറയുന്ന ഒരാള് കരടിയുടെ വേഷം കെട്ടുന്നു, ഒരാള് നായയുടെ വേഷം കെട്ടുന്നു, എന്നിട്ട് നായയുടെ വേഷം കെട്ടിയ ആള് കരടിയെ പിടിക്കാൻ ചെല്ലുന്നു. ഇതൊക്കെയാണ് കൂരാൻ കളിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വേറെ കൂടുതൽ കാര്യമൊന്നും പഠിക്കാനില്ലാത്തത് കൊണ്ട് അവർക്കിടയിലുള്ള ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഗോത്ര നൃത്തമാണ് മാൻകളി എന്ന് പറയുന്നത്. ഇതിൽ അവർ ഉപയോഗിക്കുന്ന വാദ്യം നോക്കൂ, ചെണ്ടയാണ് ഇതിന് ഉപയോഗിക്കുന്ന ഒരു വാദ്യം. ഇനി ഇതിൽ പറയുന്ന മുറങ്കുലിക്കിപ്പാട്ട് ഇതുപോലൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. മലയരുടെ മുറങ്കുലിക്കിപ്പാട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാം. മലയരുടെ അനുഷ്ഠാന കലാരൂപമാണ്. ഇതിന്റെയൊക്കെ ഫോട്ടോ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ ചിലപ്പോൾ ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു ചെറിയ മുറം, അതിലിങ്ങനെ ഇരുമ്പിന്റെ വളയം ഉണ്ടായിരിക്കും. അതുപോലെ പിന്നെ ഇങ്ങനെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 16 വളയങ്ങളുള്ള ഒരു ഇരുമ്പ് ചങ്ങലയും ചെറിയൊരു മുറവും. അതിങ്ങനെ കുലുക്കിയിട്ടാണ് അവർ മുറംകുലുക്കിപ്പാട്ട് പാടുന്നത്. അപ്പൊ ആത്മാവ്, ശരീരം വിട്ടൊഴിയുന്ന ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് അവർ പാടുന്ന പാട്ടാണ് എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു സങ്കല്പം. അത് പിന്നെ മരിച്ചതിന്റെ 15-ാം ദിവസം അവര് അവസരം എന്ന് പറയുന്ന മറ്റൊരു ചടങ്ങ് കൂടി അവർ നടത്താറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മലയരുടെ ഈ മുറംകുലുക്കിപ്പാട്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പരീക്ഷക്ക് അത് ചോദിച്ചു കഴിഞ്ഞു. ഇനി മലയരുടെ സ്വാഭാവികമായിട്ടും മലയരെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും ആചാരങ്ങൾ ഉണ്ടോ, അവർക്കിടയിൽ ഇതുപോലെ എന്തെങ്കിലും കലാരൂപങ്ങൾ ഉണ്ടോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യം ബൈഹാർട്ട് പഠിച്ച് തീർക്കല്ല, അതിൽ ഇനി എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടോ നമുക്ക് പഠിക്കാൻ എന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അവർക്കിടയിലുള്ളതാണ് കെതിരുകയറ്റം. കതിരുകയറ്റമായിരിക്കും, കെതിരുകയറ്റം എന്നാണ് ഞാൻ റെഫർ ചെയ്തപ്പോ കണ്ടത്. കെതിരുകയറ്റം, പോലിക്കളി എന്ന് പറയുന്ന 2 കലാരൂപം. അത് പാലക്കാട് ജില്ലയിലെ മലയരുടെ കണക്ട് ചെയ്യാം. പാലക്കാട് എന്താണ് നെൽകൃഷി ഏറ്റവും കൂടുതലുള്ള, കൃഷി ഏറ്റവും കൂടുതലുള്ള, അത് തന്നെയാണ്. നോക്കൂ ആൻസർ, കാർഷികോത്സവമാണിത്. കതിരുത്സവം എന്നും പറയുന്നുണ്ട്. വർഷം മുഴുവൻ കതിര് കാത്ത കുറുമാലി അമ്മയ്ക്ക് നന്ദിപൂർവ്വം ഭക്തി പുരസരം നെല്ല് സമർപ്പിക്കുന്ന ചടങ്ങ്. ഇതാണ് കതിരുകയറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ പോയോ ഞാൻ പോയോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ആരും സൈഡിൽ ഇത് കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പോലിക്കളി എന്ന് പറയുന്നത് മലയരുടെ കല്യാണ തലേന്നുള്ള ചടങ്ങാണ് പോലിക്കളി. പൊലികപ്പോ പൂപ്പന്തൽ പൊലിക, എനിക്ക് പാടാൻ ഒട്ടും അറിയാത്ത ആളാണ് കേട്ടോ. അപ്പൊ പോലിക്കളി എന്ന് പറയുന്നതും ഇവർക്കിടയിൽ, മലയർക്കിടയിലുള്ള ഒരു ചടങ്ങാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. നിണഭൈരവി ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആൻസർ അറിയാമോ? നിണഭൈരവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അറിയാവുന്നവര് പറഞ്ഞോളൂ. വരട്ടെ ഇങ്ങോട്ട് ആൻസർ. എല്ലാരും പടയണി. ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്ന കേട്ട് എല്ലാരും ഉറങ്ങിപ്പോയി. പടയണിയാണ് ആൻസർ. ഇത് 2018 ഡിസംബർ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഓൺലൈൻ ആക്കിയതിന് ശേഷമുള്ള ചോദ്യം തന്നെയാണ്. അതിലാണ് ഈ ക്വസ്റ്റ്യൻ ID 1 ID 2 എന്നൊക്കെ കാണിക്കുന്നത്.
ഓക്കെ, അപ്പൊ അത് പടയണിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ബാക്കി 3 ഓപ്ഷൻ ഉണ്ട്. നിണബലി, കാളിയൂട്ട്, തെയ്യം. അപ്പൊ എന്താ നിണബലി? നിണം ബലിയായിട്ട് കൊടുക്കുക, ചോര ബലിയായിട്ട് കൊടുക്കുക. ചോര ബലിയായിട്ട് കൊടുക്കുന്നത് ആർക്കാ? അപ്പൊ നിണബലി നമ്മൾ ഇതേപോലെ നോക്കാനുള്ള ഒന്നാണ്. ഉത്തര മലബാറിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമാണ് നിണബലി എന്ന് പറയുന്നത്. അത് മലയർക്കിടയിലുള്ള മലയ വിഭാഗക്കാർക്കിടയിൽ പിന്നെ അവതരിപ്പിക്കുന്നതാണ് നിണബലി. അത് വിശദമായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഇപ്പൊ പടയണിയാണ് നിണഭൈരവിയുടെ ഉത്തരം. അത് നോക്കൂ, പടയണിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. സാധാരണയായിട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന കലാരൂപമാണ് പടയണി. അതിനെ പടയണി എന്നും പറയാറുണ്ട്. പടയണി നമുക്കറിയാം, നമ്മൾ എവിടെയാണ് നമുക്കറിയാം, പത്തനംതിട്ട ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പടയണി ഗ്രാമം, കടമ്മനിട്ടേനെ നമുക്ക് ഓർമ്മ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് നമ്മൾ മധ്യ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്തെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിളവെടുപ്പ് ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കലാരൂപമാണ് പടയണി അഥവാ പടയണി. പടയണി അഥവാ പടയണി എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് പടയണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ഡാറ്റ പഠിക്കാനുണ്ട്. കുറച്ചധികം ഡാറ്റ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പോയിന്റ്സ് മാത്രം പറയാം നിങ്ങളുടെ അടുത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ പോലുള്ള ജില്ലകളാണെന്ന് അറിയാം. അതൊന്നും കൂടുതൽ പറയണ്ട. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം കടമ്മനിട്ട പടയണി ഗ്രാമം. കടമ്മനിട്ടയിലെ പടയണി ഗ്രാമം എന്ന് പറയുന്നത് പടയണി പരിശീലന കേന്ദ്രമാണ്. പടയണി എന്ന് പറയുന്ന കലാരൂപം ദാരികനെ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളതാണ് അതിന്റെ ഐതിഹ്യം. അതേപോലെ കാരണം ദാരികന്റെ വധം, ഭദ്രകാളി ദാരിക യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വേറെയും കലാരൂപങ്ങളുണ്ട്. ചിലപ്പോ അത് ജനറലൈസ് ചെയ്തിട്ട് ഈ പ്രമേയം വരുന്ന അല്ലെങ്കിൽ താഴെ പറയുന്നത് 4 എണ്ണം തന്നിട്ട് 3 എണ്ണം ദാരിക വധമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങളും ഒന്നല്ലാത്തതും ചോദിച്ചാൽ നമുക്കറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്രമേയം അല്ലെങ്കിൽ ഇതിന്റെ ഐതിഹ്യം ഇതാണ് എന്ന് പറഞ്ഞു തരുന്നത്. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ചിട്ടുള്ള വലുതും ചെറുതായിട്ടുള്ള കോലങ്ങൾ. അപ്പൊ കോലങ്ങൾ ഉള്ളത് എന്തിനാണ്? പടയണിക്കാണ് കോലങ്ങൾ ഉള്ളത്. അതേപോലെ തന്നെ പടയണിയുടെ കോലം തുള്ളൽ പറയുന്നതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൂടി പറയാണ്ട്. നോക്കൂ, ഈ റെഡില് കളറിൽ ഉള്ളത് നോക്കൂ. ചൂട്ടുവെപ്പ്, തപ്പു, കൈമണി മേളം, പുലവൃത്തം, കോലം തുള്ളൽ, കോലടി, കുതിരകളി, ഇതൊക്കെ പടയണിയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ചടങ്ങുകളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നുമല്ല, പടയണിയുടെ ആദ്യത്തെ ചടങ്ങിന് പറയുന്ന പേര് കാച്ചിക്കൊട്ട് എന്നാണ്. കാച്ചിക്കൊട്ട് എന്ന് പറയുന്നത് പടയണിയുടെ ആദ്യത്തെ ചടങ്ങാണ്. അത് വേറൊന്നുമല്ല, പടയണി ഉണ്ട് എന്നുള്ള വിവരം ആ നാട്ടുകാരെ അറിയിക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാച്ചിക്കൊട്ട് എന്ന് പറയുന്നത്. അത് വേറൊന്നല്ല, തപ്പ് കൊട്ടിയിട്ട് ആ ദേശവാസികളെ, തപ്പ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വാദ്യമാണ് തപ്പ് എന്ന് പറയുന്നത്. ഈ തപ്പ് കൊട്ടിയിട്ട് ആ പ്രദേശവാസികളെ പടയണി ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ്. അതാണ് ഈ കാച്ചിക്കൊട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചടങ്ങാണ് കാപ്പൊലി എന്ന് പറയുന്നത്. കാപ്പൊലി എന്ന് പറയുന്നത് ഈ നിറയെ ഇലകളുള്ള മരത്തിന്റെ കൊമ്പ് ഉണ്ടാവില്ലേ, ആ കൊമ്പൊക്കെ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ വെള്ളത്തോർത്തൊക്കെ ആ കൊമ്പോ നിറയെ ഇലയുള്ള മരത്തിന്റെ കൊമ്പോ അല്ലെങ്കിൽ വെള്ളത്തോർത്തോ വീശിക്കൊണ്ട് താളം ചവിട്ടുക, ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് താളം ചവിട്ടുക എന്നുള്ളതാണ് കാപ്പൊലി എന്ന് പറയുന്ന രണ്ടാമത്തെ ചടങ്ങ്. മൂന്നാമത്തെ ചടങ്ങായിട്ട് പറയുന്നത് താവടി തുള്ളൽ എന്ന് പറയുന്ന ചടങ്ങാണ്. താവടി തുള്ളുക, നമ്മൾ കാവടി തുള്ളലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഇതിന് താവടി തുള്ളൽ എന്നാണ് പറയുന്നത്. താവടി തുള്ളൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന കൈമണി ഇങ്ങനെ താളം ചവിട്ടുക, താളം തുള്ളുക, ഇതാണ് താവടി തുള്ളൽ എന്ന് പറയുന്നത്. അതിനെ കളിയാക്കിക്കൊണ്ടൊരു താവടി ഉണ്ട്, അതിനെ പന്നത്താവടി എന്ന് പറയും. ചില നാട്ടിലേക്ക് നമ്മൾ ദേഷ്യം പിടിച്ചിട്ടൊക്കെ പറയണ്ടല്ലേ, പന്ന സ്വഭാവം എന്നൊക്കെ പറയുന്നത്. അതായത് ഈ താവടി തുള്ള എന്ന് പറയുന്ന പടയണിയിലെ ഒരു ചടങ്ങിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഹാസ്യാനുകരണമായിട്ട് നടത്തുന്ന തുള്ളലാണ് പന്നത്താവടി എന്ന് പറയുന്നത്. അപ്പൊ പന്നത്താവടി. ഇനി താവടി തുള്ളലിന് ചെണ്ട പോലുള്ള വാദ്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ പന്നത്താവടിക്കോ പാള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി അതിന്റെ കൂടെ വെളിച്ചപ്പാട്, പരദേശി തുടങ്ങിയിട്ടുള്ള വെളിച്ചപ്പാടും പരദേശിയും ഒക്കെ ഇതിലെ ഹാസ്യ രൂപങ്ങളാണ് കേട്ടോ.
അത് പരദേശി നോക്കൂ, ശർക്കര കുടക്കാരൻ, നമ്പൂരിശൻ, വഞ്ചി മരക്കാർ, ഇതൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ ഇതിലെ വിനോദ വിമർശനാത്മക പരിപാടികൾ നടത്തുന്ന, അതായത് ഹാസ്യ കഥാപാത്രങ്ങളൊക്കെയാണ് ഈ പറയുന്നതൊക്കെ. ഇനി എന്താ ഏറ്റവും കൂടുതൽ കോലം തുള്ളല്, കോലങ്ങൾ ഉള്ളതാണ് പടയണി, നമുക്കറിയാം. അപ്പൊ ഈ കോലങ്ങൾ എങ്ങനെയാ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ചിട്ടുള്ള കോലങ്ങളാണ് സാധാരണയായിട്ട് പടയണിക്കുള്ളത്. ആ കോലങ്ങളെ ഇതാ നോക്കൂ, പിശാചി, യക്ഷി, മറുത, മാടൻ, ഭൈരവി, കാലൻ തുടങ്ങിയിട്ടുള്ള 7ഓളം കോലങ്ങളാണ് സാധാരണ. 7ഒന്നും അല്ല. പിന്നെ ഗന്ധർവൻ കോലം, മുകിലൻ കോലം, പിശാചു കോലം, മാടൻ കോലം, അങ്ങനെ 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 ഈ പറഞ്ഞ കോലങ്ങളൊക്കെ എന്തിനുണ്ട്, ഈ പറയുന്ന പടയണിക്കുണ്ട്. ഇതില് ചില കോലങ്ങൾക്ക് ചില പ്രത്യേകത ഉണ്ട്. പച്ചപ്പാളയിൽ കോലം എഴുതി മുഖത്ത് കെട്ടുന്നതുണ്ട്, അതുപോലെ പാള കൊണ്ടുള്ള മുടിയിൽ രൂപങ്ങളുണ്ട്. അങ്ങനെ ഇതിനുള്ള കോലം വരക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ചായം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചായമാണ്. ഇനി കോലം തുള്ളുന്ന വിഭാഗക്കാരിലും വ്യത്യാസമുണ്ട്. അത് കുറെ വിഭാഗക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിലും, നായന്മാരും അതുപോലെ മറ്റ് സമുദായക്കാർക്കും ഒക്കെ ഇതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിലും, ശരീരം കൊണ്ടും മെയ്വഴക്കം കൊണ്ടും ഒക്കെ ഇതിന് പര്യാപ്തരായിട്ടുള്ള ഗണക സമുദായക്കാരാണ് സാധാരണയായിട്ട് കോലം കെട്ടിയാടാറുള്ളത്. ഇനി ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ള കാലൻ കോലം, ഇതിൽ ഈ പറയുന്നതിൽ കാലൻ കോലം കെട്ടിയാടാൻ പ്രത്യേകം വ്രതാനുഷ്ഠാനമൊക്കെ എടുത്തിട്ട് വേണം കാലൻ കോലം നമുക്ക് സാധാരണയായിട്ട് ഇതിൽ കെട്ടിയാടാൻ പറ്റുള്ളൂ. അതേപോലെ ഇനി എന്താണ്, ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ കാലൻ കോലം തുള്ളുമ്പോൾ കയ്യിൽ പന്തം, അതുപോലെ വാള്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാലൻ കോലം സാധാരണയായിട്ട് തുള്ളാറുള്ളത്. പിന്നീട് അതേപോലെ ഇതിൽ ഭൈരവി കോലം നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും അതൊരു തവണ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പറയുന്നതിൽ ഭൈരവി കോലമാണ് ഏറ്റവും വലിയ കോലം. അത് 101 പാള കൊണ്ടാണ് ഈ ഭൈരവി കോലം ഉണ്ടാക്കുന്നത്. അതായത് ഈ പടയണിയുടെ ചടങ്ങിന്റെ ഏറ്റവും അവസാനമാണ് ഭൈരവി കോലം തുള്ളുന്നത്. അത് തുള്ളി അതങ്ങനെ ആ പന്തലിൽ തുള്ളി ഒഴിയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. പിന്നെ പടയണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തപ്പാണ്. തപ്പ് ചെണ്ടയും കൈമണിയും ഒക്കെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ടെങ്കിലും തപ്പാണ് പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പടയണിയിൽ ആളുകളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. അതിലുള്ള ആളുകളാണ് പരദേശിയുടെ പുറപ്പാട്, അതുപോലെ കുഞ്ഞുണ്ണി, മാസപ്പടി, കുലവൃത്തം കളി, മേത്തൻ കളി. അപ്പൊ ചോദിക്കാം, മേത്തൻ കളി താഴെ പറയുന്നവയിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ്? മേത്തൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ മലബാറിലെ മുസ്ലിങ്ങളൊക്കെ സൂചിപ്പിക്കാൻ മേത്തന്മാര് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ മേത്തൻ കളി ഒക്കെ കാണുമ്പോൾ നമ്മൾ വല്ല ദഫ്മുട്ടോ അറബനമുട്ടോ ഒക്കെയാണെന്ന് വിചാരിക്കും. പക്ഷെ മേത്തൻ കളി എന്ന് പറയുന്നത് പടയണിയിലെ ഹാസ്യ അവതരണമാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനിയിപ്പോ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമുക്കറിയാം, അസുര ചക്രവർത്തിയായിട്ടുള്ള ദാരികനെ ശിവന്റെ പുത്രിയായിട്ടുള്ള ഭദ്രകാളി വധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യം. നമ്മുടെ സമയം എത്രയായി? 8:54. ഓക്കേ, 1.5 മണിക്കൂർ ആവുന്നു. ഇനി ഇതിൽ ഇനി ഒന്നുള്ളത് നിണബലിയാണ്. അതേപോലെ കോതാമൂരിയാട്ടം, തെയ്യൊക്കെയാണുള്ളത്. തെയ്യൊക്കെ കുറച്ച് കൂടുതലുണ്ട്. തെയ്യം നിങ്ങൾ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. മംഗള കുപ്പയിൽ നട്ടൊരു വാഴപ്പഴമല്ലേ നിങ്ങളെ തേവന് പൂജ എന്ന ചോദ്യം ചോദിക്കുന്നത് ഏത് തെയ്യത്തിലെ കഥാപാത്രം എന്നൊക്കെയുള്ള ഭാഗമാണ് ഉള്ളത്. അതൊക്കെ നമുക്കിങ്ങനെ പതുക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ മുൻപ് ഒരൊറ്റ സ്ലൈഡ് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിണബലിയും കൂടെ പറയാം. നിണബലി കാളീസേവയായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ പോലെ ബാധ ഒഴിപ്പിക്കുക, വാസ്തുദേവതേനെ പ്രീതിപ്പെടുത്താനൊക്കെയാണ് നിണബലി സാധാരണയായിട്ട് നടത്തി വരാറുള്ളത്. ഉത്തര മലബാറിലാണ് പ്രചാരത്തിലുള്ളത് നിണബലി. നിണം ബലിയായിട്ട് നൽകുക, അതായത് ചോര ബലിയായിട്ട് നൽകുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. നോക്കൂ, പിന്നെ ദാരികന്റെയും അതുപോലെ കാളിദാരിക കഥ തന്നെയാണ് ഇതിന്റെ ഒരു വിഷയമായിട്ട് വരുന്നത്. മലയരും പാണരുമാണ് സാധാരണയായിട്ട് ഇത് നടത്തുന്നത്. ഉച്ചേലിക്കൂത്ത് അഥവാ ഉച്ചബലി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്.
അപ്പൊ ഇത്രയാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇതിന് അനുഷ്ഠാനാംശവും ക്രിയാംശവും ഉണ്ട്. ഇത് സാധാരണയായിട്ട് അനുഷ്ഠാനാംശം എന്ന് പറയുന്നത് ഈ ബാധ ഉണ്ടായിട്ടുള്ള സ്ത്രീയെ ഒരു എന്താ കളത്തിലിരുത്തി നടത്തുന്ന ബാധോച്ചാടനപരമായിട്ടുള്ള കർമ്മങ്ങള്. പിന്നീട് ഇത് അനുഷ്ഠാനപരമായിട്ടുള്ള ക്രിയാംശം എന്ന് പറയുന്നത് എന്താണ് കാളിദാരിക യുദ്ധത്തിന്റെയും അതേപോലെ ദാരിക വധത്തിന്റെയും ഒക്കെ രംഗാവതരണം ഉണ്ട്. അതാണ് ഇതിന്റെ ക്രിയാംശം എന്ന് പറയുകയാണ് ഈ പറയുന്നത്. അതുപോലെ രോഗം, അതുപോലെ ശത്രുദോഷം, കണ്ണേറ് പറ്റുന്നതെന്ന് ഇന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബാധ ഒഴിപ്പിക്കുക, അതുപോലെ രോഗം മാറുക, ശത്രുദോഷം, ഇതിനൊക്കെ എതിരായിട്ട് ഇതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഈ നിണബലി എന്ന് പറയുന്നത്. അപ്പോ പിന്നെ മലയറിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ നിണബലി നടത്തി വരാറുള്ളത്. കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാറായി തോന്നുന്നു.